തുടർന്ന് ഈ മാസത്തെ ഫോക്കസിലേക്ക് നമ്മൾ വരികയാണ്. മാർച്ച് മാസം ദ മന്ത് ഓഫ് സൂപ്പർ നാച്ചുറൽ ബിൽഡിംഗ്, അസാധാരണമായ പണികളുടെ മാസമാണ്. അദൃശ്യമായ മേഖലയിൽ നമ്മുടെ അകത്തെ മനുഷ്യനെ, ആന്തരിക മനുഷ്യനെ യേശുവിനെ പോലെ പണിതെടുക്കുന്ന ഒരു മാസമാണ്. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ പൂർണ്ണ ശക്തിയോടെ ബലപ്പെട്ടിട്ട്, നമ്മുടെ ഏറ്റവും വലിയ ഫോക്കസ് ഉണ്ടാകേണ്ടത് അവിടെയാണ്. ആന്തരിക മനുഷ്യൻ പണിയപ്പെടണം. ഞാൻ കൂടെ പറയാറുണ്ട്, സ്മിത്ത് വിഗിൾസ്വർത്ത് പറയാറുണ്ടായിരുന്ന കാര്യം, അകത്തുള്ള സ്മിത്ത് വിഗിൾസ്വർത്ത് പുറത്തുള്ള സ്മിത്ത് വിഗിൾസ്വർത്തിനേക്കാൾ 1000 മടങ്ങ് ശക്തിയുള്ളവനാണ്. എന്ന് വെച്ചാൽ എൻ്റെ ശരീരത്തേക്കാൾ 1000 മടങ്ങ് ശക്തി എൻ്റെ ആത്മമനുഷ്യനുണ്ട്. എനിബഡി ഇൻട്രസ്റ്റഡ്? ഈ മാസം നമ്മിൽ കർത്താവ് ആ പണികൾ ചെയ്യുകയാണ്. ക്ഷമ സിസ്റ്റർ ഒന്ന് ലീഡ് ചെയ്യാമോ നമ്മുടെ പ്രഖ്യാപനം? ഞാൻ ദൈവരാജ്യത്തിലെ ഒരു പണിക്കാരനാണ്. യെസ്, എൻ്റെ ജീവിതം പണിതുയർത്താൻ ദൈവം എനിക്ക് ജ്ഞാനം നൽകുന്നു. ആമേൻ. എൻ്റെ കുടുംബം പണിതുയർത്താൻ ദൈവം എനിക്ക് കൃപ നൽകുന്നു. അവന്റെ സഭ പണിതുയർത്താൻ ദൈവം എനിക്ക് ശക്തി നൽകുന്നു. മറ്റുള്ളവരെ പണിതുയർത്താൻ ദൈവം എനിക്ക് സ്വാധീനം നൽകുന്നു. എനിക്ക് ആവശ്യമായ എല്ലാ ശേഷിയും നൽകുന്നു. എനിക്ക് ആവശ്യമായ എല്ലാ ആസൂത്രണങ്ങളും വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. എന്മേലുള്ള ഓരോ നിയോഗവും ഞാൻ പൂർത്തിയാക്കും. ആമേൻ. ഈ മാസത്തെ വാക്യം ഇതാണ്: യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കും. എൻ്റെ അർത്ഥം, കർത്താവ് നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ പണിതെങ്കിൽ മാത്രമേ ഈ പണി നടക്കൂ. ആമേൻ. ഇന്ന് ഈ സീരീസിലെ ലാസ്റ്റ് മെസ്സേജാണ്. അടുത്ത ഞായറാഴ്ച ഡിഫറെൻറ്റ് മെസ്സേജ് ആയിരിക്കും. 5 ഞായറാഴ്ചകളുണ്ടെങ്കിൽ 5-ാം ഞായറാഴ്ച ആ സീരീസിൽ നിന്ന് വ്യത്യസ്തമായി ഒരു മെസ്സേജ് ആയിരിക്കും. എന്താണെന്നൊന്നും ഇവിടെ പറയുന്നില്ല, ഭയങ്കരമായിരിക്കും എന്ന് മാത്രം അറിയാം. ആമേൻ. മെൻറ്റാലിറ്റി ഓഫ് എ വിക്ടർ, ഒരു ജയാളിയുടെ മനോഭാവം, അതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. എല്ലാവരും ബുക്കെടുത്ത് എഴുതുക, കൂടാതെ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുക. നിങ്ങൾക്ക് സ്ക്രീനിലുള്ളത് ഫോട്ടോ എടുത്ത് സൂക്ഷിക്കാം. അപ്പം നമുക്കിത് ഓർക്കാൻ സാധിക്കുമെങ്കിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യുക. തിങ്കിങ് ലൈക്ക് എ ചാമ്പ്യൻ, ഒരു ചാമ്പ്യനെ പോലെ ചിന്തിക്കുക. തിങ്കിങ് ലൈക്ക് എ ചാമ്പ്യൻ. എല്ലാവരും ചേർന്ന് പറയാം: കർത്താവേ, വ്യക്തിപരമായി എന്നോട് സംസാരിക്കണമേ, എന്നെ പണിയണമേ. റെഡിയാണോ? ഒരു ജയാളിയുടെ മനോഭാവം എന്താണ്? ദൈവം ഒരിക്കലും പൂർണ്ണതയുള്ള വ്യക്തികളെ, ചരിത്രത്തിൽ സമ്പൂർണ്ണതയുള്ള ഒരു തെറ്റും ചെയ്യാത്തവരെ ഇന്ന് വരെ കർത്താവ് ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ വിചാരിക്കും ദൈവം ഉപയോഗിക്കുന്നവരൊക്കെ കുറവുകളില്ലാത്ത വലിയ വിശുദ്ധന്മാരും പുണ്യവാളന്മാരുമാണെന്നാണ് നമ്മുടെ ചിന്ത. അങ്ങനെയല്ല. ദൈവം ഉപയോഗിക്കുന്നത് മനോഭാവത്തിൽ വ്യത്യാസമുണ്ടാക്കി ദൈവത്തിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നവരെയാണ് ദൈവം ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? തയ്യാറുള്ളവർ എന്ന് വെച്ചാൽ എൻ്റെ ചിന്തകൾക്കൊരു മാറ്റമുണ്ടാക്കി ചിന്തിക്കുന്നതിൽ വ്യത്യസ്തമായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറുള്ളവരുണ്ടെങ്കിൽ അവരെ കർത്താവ് ഇന്ന് ഉപയോഗിക്കും. അതിൻ്റെ അർത്ഥം, ദൈവമക്കളുടെ പരാജയങ്ങളെ കർത്താവ് പാഴാക്കുന്നില്ല. ആ പരാജയങ്ങളെ പോലും വിജയത്തിന് വേണ്ടി കർത്താവ് ഒരു മെറ്റീരിയലായി ഉപയോഗിക്കും. ശ്രദ്ധ കൂടുതൽ ആവശ്യമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഗാർഡനർ, തോട്ടം നനയ്ക്കുന്ന ഒരു മനുഷ്യൻ, 2 കുടങ്ങളിൽ എല്ലാ ദിവസവും ഒരു സ്ഥലത്ത് പോയി, കിണറിൽ എവിടെയോ പോയി വെള്ളമെടുത്ത് തോട്ടത്തിൽ വന്ന് നനയ്ക്കണം. എല്ലാ ദിവസവും ഇയാൾ ഇത് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ഇതിൽ ഈ കുടങ്ങളിൽ ഒരെണ്ണം പൊട്ടിയതായിരുന്നു, ക്രാക്കുണ്ടായിരുന്നു, പൊട്ടിയ കുടമായിരുന്നു. അപ്പോൾ ഇയാൾ എല്ലാ ദിവസവും ഈ കുടത്തിൽ വെള്ളവുമായിട്ട് പോയി ഒഴിക്കും, തിരിച്ചു വരും.
ഈ പൊട്ടിയ കുടത്തിനകത്ത് ഭയങ്കര ദുഃഖം. ഐ എം എ യൂസ്ലെസ് പേഴ്സൺ. കാരണം എന്താ, ഞാൻ പൊട്ടിയതാണ്. മാത്രമല്ല വെള്ളം ഇങ്ങനെ ചോർന്ന് പോയിക്കൊണ്ടിരിക്കുക, എന്നെ കൊള്ളില്ല. ഞാൻ പൊട്ടിയ പാത്രം ഇങ്ങനെ ഉള്ളിലിങ്ങനെ വളരെ നിരാശപ്പെടുന്ന ഈ ഒരു കുടം. മറ്റേ കുടത്തിന് കുഴപ്പമൊന്നുമില്ല. സംഭവിച്ചത്, എല്ലാ ദിവസവും ഇയാൾ തോട്ടം നനയ്ക്കാൻ വേണ്ടി പോകുമ്പോൾ പൊട്ടലുള്ള കുടത്തിൽ നിന്ന് വെള്ളം ഇങ്ങനെ ലീക്ക് ചെയ്ത് ആ ഭാഗം മുഴുവൻ ഇങ്ങനെ വെള്ളം വീഴും. ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ച, ആ കുടം കൊണ്ടുപോയ ആ പാതയിൽ നല്ല പുഷ്പങ്ങൾ വിരിഞ്ഞു വരാൻ തുടങ്ങി. മനസ്സിലാക്കാം. കാരണം അവിടെ എല്ലാം നനഞ്ഞതുകൊണ്ട് അവിടെ കിടന്നിരുന്ന വിത്തുകളെല്ലാം വളർന്ന് നല്ല പുഷ്പങ്ങൾ ആ ചാലിൽ മൊത്തം ഉണ്ടായി. അതിൻ്റെ അർത്ഥം, ചിലപ്പോൾ നമ്മൾ പൊട്ടിയതാണെങ്കിലും ലീക്കുണ്ടെങ്കിലും അതിനെ പോലും നന്മയാക്കി മാറ്റാൻ കഴിവുള്ളൊരു ദൈവമുണ്ട്. അത് വിശ്വസിക്കുന്നവർ കൈകളടിച്ച്, ആ കൈകളടിക്കുന്നതിനിടയിൽ പറയണം, കർത്താവേ, എൻ്റെ ക്രാക്കുകൾ, എൻ്റെ പൊട്ടലുകൾ, എൻ്റെ വിള്ളലുകൾ, എൻ്റെ ബലഹീനതകൾ, എൻ്റെ ദൗർബല്യങ്ങളെ പോലും അങ്ങയുടെ മഹത്വത്തിനായി മാറ്റണമേ. ആമേൻ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, when I am weak then I am strong. ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തിയുള്ളവനാകുന്നു. ആമേൻ. എഴുതുക. നമ്പർ 1, ഹാവ് ദ വിന്നേഴ്സ് ആറ്റിറ്റ്യൂഡ്. ഒന്നാമത് നമുക്ക് വേണ്ടത് എന്താണ്? വിന്നേഴ്സ് ആറ്റിറ്റ്യൂഡ്. ഒരു ജയാളിയുടെ മനോഭാവം പുലർത്തുക, അഥവാ പണിതുണ്ടാക്കുക. നമ്മുടെ എല്ലാവരുടെ അകത്തൊരു ജയാളിയുടെ മനോഭാവം ഇല്ല. കാരണം എപ്പോഴും നെഗറ്റീവ് ചിന്തകൾ, നിരാശയുടെ ചിന്തകളൊക്കെ എപ്പോഴും നമ്മുടെ അകത്ത് വന്നുകൊണ്ടിരിക്കും. എന്നെ കൊള്ളൂല, എന്നെ കാണാൻ കൊള്ളൂല. പഠിച്ചിരുന്ന കാലത്ത് ഞാൻ നല്ലതിലായിരുന്നു. കണക്ക് സാർ എപ്പോഴും ചീത്ത വിളിക്കുമായിരുന്നു, ജോഗ്രഫി സാറ് വിളിക്കുമായിരുന്നു വേണ്ടാത്തത്. അതുകൊണ്ട് എന്നെ കൊള്ളില്ല. പ്രത്യേകിച്ച് ഡാഡിയും മമ്മിയും അല്ലെങ്കിൽ അച്ഛനും അമ്മയൊക്കെ എപ്പോഴും പറയും, നിന്നെ ഒന്നിനും കൊള്ളില്ല, ഒരു കാശിനും കൊള്ളില്ല. ഇത് കേട്ട് 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 നമ്മുടെ സോഫ്റ്റ്വെയർ എന്തായിരിക്കുക? ഒരു തോൽവിയുടെ മനോഭാവം നമ്മളിലിരിക്കുകയാണ്. എന്നാൽ ദൈവം ഉപയോഗിക്കുന്നത് ആ ചിന്താഗതിയെ തിരുത്തിയെടുക്കുവാൻ മനസ്സുള്ള ആരുണ്ടെങ്കിലും അവരെ കർത്താവ് ഉപയോഗിക്കും. അങ്ങനെ മനസ്സ് മാറാൻ മനസ്സുള്ള എത്ര പേരുണ്ട്? അവരെങ്കിലും ഒന്ന് കൈ ഉയർത്താം. പൗലോസിൻ്റെ മനോഭാവം, ജയാളുടെ മനോഭാവം നമുക്കൊന്ന് നോക്കാം. 2 കൊരിന്ത്യർ 4:8 മുതൽ, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. പോസ്. പൗലോസ് പറയും ഞങ്ങൾ എന്ന് പറയുമ്പോൾ തൻ്റെ അപ്പസ്റ്റോളിക് ടീം, തന്നോടൊപ്പം ഉണ്ടായിരുന്ന ഞങ്ങൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ തിമോത്തിയോസ് ആയിരിക്കാം, തീത്തോസ് ആയിരിക്കാം, സിൽവാനോസ്, ആരൊക്കെയാണോ കൂടെ ഉണ്ടായിരുന്നവർ. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവർ എങ്കിലും, ആരെങ്കിലും അങ്ങനെയുള്ളവരുണ്ടോ? എല്ലാ തരത്തിലും ഇനി മുന്നോട്ട് പോകാൻ പോലും സാധ്യമല്ല. സാമ്പത്തിക പ്രശ്നം, കുടുംബ പ്രശ്നം, അയൽക്കാരുടെ പ്രശ്നം, മക്കളുടെ പ്രശ്നം, നാത്തൂൻ്റെ പ്രശ്നം, മാവിയമ്മയുടെ പ്രശ്നം ഇനി ഉള്ളതാണല്ലോ, യൂണിവേഴ്സിലാണ്. എല്ലാ പ്രശ്നങ്ങളുടെ എല്ലാ ഭാഗത്ത് നിന്നും വലിയ കഷ്ടതയിലായിരിക്കുന്ന ആരെങ്കിലും ഇന്നത്തെ ആരാധന ഇപ്പോൾ കേൾക്കുകയോ ഇതിന് ശേഷം ഇതിൻ്റെ റീപ്ലേ കാണുകയോ ചെയ്യുവാണെങ്കിൽ, അപ്പസ്തോലനായ പൗലോസും ഇങ്ങനെയാ ജീവിച്ചത്. ഒരാശ്വാസത്തിൻ്റെ നെടുവീർപ്പ് പറഞ്ഞേ, കാണിച്ചേ, ശരിക്ക് നെടുവീർപ്പിട്. ആശ്വാസമായില്ലേ? നമുക്ക് മാത്രമല്ലെന്ന്. അന്ന് പൗലോസിന് എന്തുണ്ടായിരുന്നു? അദ്ദേഹവും അപ്പസ്തോലിക ടീമും സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും വ്യത്യാസമുണ്ട്, ഇടുങ്ങിയിരിക്കുന്നില്ല. വ്യത്യാസം കണ്ടോ? മനോഭാവത്തിൽ വ്യത്യാസം കണ്ടോ? നമ്മളാണെങ്കിൽ ചെമ്മീൻ പോലെ വളഞ്ഞ് ചൂരുണ്ട്, അല്ലേ? ഒരു നായ പോലെ വളഞ്ഞ് ചൂരുണ്ട്, പുതപ്പിൻ്റെ അടിയിൽ നിന്ന് പോലും പിന്നെ പുറത്ത് വരില്ല. കാരണം ആകപ്പാടെ കഷ്ടം. കർത്താവും എന്നെ ഉപേക്ഷിച്ചു. എൻ്റെ പ്രാർത്ഥനകൾക്കൊന്നിനും പ്രാർത്ഥനാ ഡയറിയിൽ എന്തെല്ലാം എഴുതി. എത്ര പേരോട് എല്ലാ പ്രാവശ്യവും ഇവിടെ നമ്പറോസ് എൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് എൻ്റെ അവസ്ഥ ഒരിക്കലും മാറുന്നില്ല. കർത്താവിനും വേണ്ട, ഭർത്താവിനും വേണ്ട, മക്കൾക്കും വേണ്ട, ആർക്കും വേണ്ടാത്ത സാധനമാണ് ഞാൻ. ഈ ചിന്താഗതി മാറുമെങ്കിൽ ദൈവം തന്നെ ഈ തലമുറയിൽ ഉപയോഗിക്കും.
ജയാളിയുടെ മനോഭാവത്തിലേക്ക് എല്ലാ ചിന്തകളും യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ, 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 യേശുവിൻ്റെ നാമത്തിൽ. Yes, in the name of Jesus. ഹല്ലേലൂയ. 2, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. ഓ, ബുദ്ധിമുട്ടുള്ള എത്ര പേരുണ്ട്? കുറച്ച് പേർക്കേ ഉള്ളൂ. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എന്താ? ബുദ്ധി ഇങ്ങനെ മുട്ടി നിൽക്കുക, അതാണ് ബുദ്ധിമുട്ട്. വർക്ക് ചെയ്യുന്നില്ല, ബുദ്ധിമുട്ടി അവിടെ നിൽക്കുക. പക്ഷേ നിരാശയില്ല. ഇത് തിരിച്ചാണ്. ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ നിരാശയുള്ളൂ. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോൾ കൃപയാൽ കാലങ്ങളൊക്കെ മാറി ആശ്വാസമൊക്കെ ഉണ്ട്, പക്ഷേ നിരാശ മാറുന്നില്ല. അങ്ങനെയുണ്ടൊരു ടൈപ്പ്. പൗലോസിൻ്റെയും അദ്ദേഹത്തിൻ്റെ ചങ്ങാതിമാരുടെയും മനോഭാവം കണ്ടോ? സകല തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ട്. എവിടെ ചെന്നാലും ബുദ്ധിമുട്ടാണ്. കല്ലേറ്, ഉപദ്രവം, കഷ്ടത, ജയില്, ആപത്ത്, വാള് എല്ലാം ഉണ്ട്. നിരാശ മാത്രമില്ല. ഇവിടെ നടിച്ചിട്ട് പറ, നിരാശകളെ എൻ്റെ തല വിട്ടുപോകും. ഇപ്പുറത്തടിച്ചിട്ട് പറ, നിരാശ എൻ്റെ തല വിട്ടുപോകും. നിരാശ അങ്ങ് പോകുമ്പോൾ തന്നെ 2 ചിറക് ഇങ്ങനെ അടിക്കാൻ തുടങ്ങും. കഴുകൻ്റെ ചിറക് അടിക്കാൻ തുടങ്ങും. നിരാശയിലാണെങ്കിൽ എന്ത് ചെയ്യും? കഴുകൻ്റെ ചിറക് തൂങ്ങി ഇങ്ങനെ നടക്കും. ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. അടുത്തത്, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. ഉപദ്രവിക്കപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? ഭർത്താവ് ഉപദ്രവിക്കുന്നതോ, ഇനി ഭർത്താവിനെ ഉപദ്രവിക്കുന്നതോ, എങ്ങനെയൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയില്ല. ചില വീടുകളിൽ പറയുന്ന മഹോപദ്രവകാലം ഞങ്ങളുടെ വീട്ടിൽ തുടങ്ങിയിരിക്കുന്നു. ചിലരൊക്കെ മഹോപദ്രവം അന്ത്യകാലത്ത് വരുന്നു. ഇല്ല ബ്രദറെ, ഞങ്ങളുടെ വീട്ടിലാണ് മഹോപദ്രവം. മഹോപദ്രവം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ, ഗ്രേറ്റ് ട്രിബുലേഷൻ വെളിപ്പെട്ടെങ്കിൽ, ഇവിടെ അദ്ദേഹം പറയുന്നത് എന്താണ്? ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. കാരണം എന്താണെന്ന് പറയാം. പറഞ്ഞോട്ടെ. എബ്രായ ലേഖനം 13:5, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കയില്ലെന്ന് മാറാത്ത തിരുവചനത്തിൽ എഴുതിപ്പോയി. നിന്നെ കൈവിടാതെ ഉപേക്ഷിക്കാതെ കൊണ്ട് നടക്കുന്നൊരു ദൈവത്തിൻ്റെ ഉള്ളം കയ്യിൽ നീ ഇരിക്കുന്നുവെങ്കിൽ, ഉപദ്രവങ്ങളൊക്കെ ഉണ്ട്, വേണ്ടത്രയുണ്ട്, പക്ഷെ ഞാൻ ഉപേക്ഷിക്കപ്പെട്ട വ്യക്തിയല്ല. അടിക്ക്, ആഘോഷിക്ക്. എല്ലാ സഭകളും ഒരുമിച്ച് ഹല്ലേലൂയ. അടുത്ത് എന്താണെന്നൊന്ന് വായിക്കാം. വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. പലതിലും വീണ് കിടക്കുക, പക്ഷേ നശിക്കില്ല. തെളിവ് വേണോ? അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നത്, അതാണ് തെളിവ്. ഞാൻ ഇന്നും ദൈവത്തെ ആരാധിക്കാൻ ഇവിടെ ഇരിക്കുന്നതാണ് അതിൻ്റെ തെളിവ്. തലടിച്ചിട്ട് പറ, നിങ്ങൾ ഒരിക്കലും നശിക്കില്ല എന്ന് പറ. ഇന്ന് വരെ പ്രവചിക്കാത്തവർ ഇപ്പോൾ പ്രവചിക്കുക. 3-4 പേരോട് പറയുക, നിങ്ങൾ ഒരിക്കലും നശിക്കില്ല എന്ന് പറയും. അതിന് കാരണം പറയാം, പുല്ലുവാടും പൂതിർന്നു പോകും, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കുന്നു. ദൈവേഷ്ടം ചെയ്യുന്നവർ ഒരിക്കലും നശിക്കില്ല. Because the imperishable seed is inside of you. നാശമില്ലാത്ത വിത്ത്, കെടാത്ത ബീജം നിന്റെ അകത്തിരിക്കുന്നത് കൊണ്ട് ഒരിക്കലും നീ നശിക്കുകയില്ല. ചിലരൊക്കെ പ്രവചിച്ചാൽ തെറ്റിപ്പോ. ഇങ്ങനെയുള്ള പ്രവചനങ്ങൾ ഒരിക്കലും തെറ്റില്ല. കാരണം ഇത് നിത്യവചനമാണ്, സത്യവചനമാണ്, മാറ്റമില്ലാത്ത വചനമാണ്. അതെടുത്ത് പ്രവചിച്ചോ, അത് ഇരിപ്പതാണ്. ഇനി എന്തെങ്കിലും ഉണ്ടോ? യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഒരാളുടെ മർത്യ ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. അത്ര മതി. ബാക്കി നിങ്ങൾ വീട്ടിൽ പോയിട്ട് ആ അധ്യായം മുഴുവൻ വായിച്ചു, ഒരു കുഴപ്പമില്ല. ഇവിടെ
ഈ വചനം വായിച്ചതുകൊണ്ട് ഈ വചനം പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് തന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് മുതൽ ചിന്തകളിൽ ഒരു വ്യത്യാസം ഉണ്ടാക്കിയേ പറ്റൂ. ജോലിസ്ഥലത്ത് നിന്ന് ബോസ് ഭയങ്കരമായി ചീത്ത വിളിച്ചോട്ടെ, നിരാശപ്പെടില്ല, വീണു പോകില്ല, നശിച്ചു പോകില്ല. ഇനി അയാൾ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു, അയാളുടെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടെങ്കിൽ അയാൾക്ക് നഷ്ടം. പ്രാർത്ഥിക്കുന്നൊരു ദൈവത്തിനെ പിരിച്ചു വിട്ടു, അത് നിങ്ങൾക്ക് നഷ്ടം. എനിക്കെന്താ, ഞാൻ എവിടെയെങ്കിലും പോയാൽ അതിന് ഐശ്വര്യം വരും. ഇനി എങ്ങും ഇല്ലെങ്കിലോ, എങ്ങും കിട്ടിയില്ലെങ്കിൽ കാക്കയെ കൊണ്ട് പോറ്റും, വിധവയെ കൊണ്ട് പോറ്റും, വേണ്ടി വന്ന മോളിൽ നിന്ന് മന്ന പൊഴിച്ചു വരും. അങ്ങനത്തെ ഒരു അപ്പനുള്ളപ്പോൾ ഞാൻ നിരാശപ്പെടും. ആറ്റിറ്റ്യൂഡുകൾ മാറട്ടെ, ചിന്താഗതികൾ മാറട്ടെ, ചിന്താധാരകൾ മാറട്ടെ. നിരാശപ്പെടാൻ എനിക്ക് മനസ്സില്ല. നിരാശകൾ പൊട്ടട്ടെ. 5 പേർക്ക് ഹൈഫൈ അടിച്ചിട്ട് പറയാൻ നിരാശപ്പെടാൻ എനിക്ക് മനസ്സില്ല. അങ്ങോട്ട് 5 പേർക്ക് അടിക്ക്. ഹൈഫൈ എന്ന് പറഞ്ഞാൽ 5 ആണ്. എനിക്ക് മനസ്സില്ല. നിരാശപ്പെടാൻ എനിക്ക് മനസ്സില്ലെന്നേ. ആമേൻ. റാബാല ഷെറമോനോസേ. എത്ര പേരാണെന്ന് അറിയാം, ജോലി നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കും. വാട്സപ്പ് മെസ്സേജ് ഇങ്ങനെയാണ്: പോയി, ജീവിതത്തിൽ തന്നെ പിരിച്ചുവിട്ടുണ്ട്, ജോലി ഇനി എങ്ങനെ ജീവിക്കും. ആദ്യത്തെ മെസ്സേജ്. അപ്പോൾ ഞാൻ തിരിച്ചങ്ങോട്ട്, പേടിക്കണ്ട, കർത്താവ് സിംഹാസനത്തിലുണ്ട്, ഇതിനേക്കാൾ നല്ലത് തരുമോ ബ്രദറെ, കിട്ടുമോ ബ്രദറെ. ഓക്കെ, ആശ്വസിപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും 5-6 മെസ്സേജ് തീർന്നു. ഒരാഴ്ച, ബ്രദറെ കഴിഞ്ഞ പ്രാവശ്യം ശമ്പളത്തിൻ്റെ ഇരട്ടി ശമ്പളത്തിൽ എനിക്ക് ജോലി കിട്ടി, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആദ്യം കരഞ്ഞത് വെറുതെ ആയില്ലേ, മുങ്ങിയത് വെറുതെ ആയില്ലേ, വേസ്റ്റായില്ലേ? ഞാനതാ പറഞ്ഞത്, ഒരു വഴി അടയുമ്പോൾ അതിനേക്കാൾ വലിയ വഴി അവിടെ തുറന്നു വെച്ചിട്ടാണ് അടഞ്ഞത്. പക്ഷെ അവിടെ വരെ എത്തണ്ടേ? എത്താനൊരല്പം ക്ഷമ വേണ്ടേ? നമുക്ക് ഒത്തിരി ദൂരക്കാഴ്ചയില്ല, അതിൻ്റെ കുഴപ്പമാണ്. കർത്താവിനെല്ലാം കാണാം, ജീവിതകാലം മൊത്തം കാണാം. നിൻ്റെ ജീവിത പര്യവസാനം വരെയുള്ളത് അവൻ്റെ മുമ്പിൽ ഇങ്ങനെ തുറന്നു കിടക്കുക. അടിച്ചിട്ട് പറ, നിരാശകൾ വിട്ടുപോട്ടെ, നിരാശകൾ വിട്ടുപോട്ടെ, പരാജയബോധം വിട്ടുപോട്ടെ, പരാജയബോധം വിട്ടുപോട്ടെ. ഹല്ലേലൂയ. ദൈവമക്കളാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നു ഹബക്കൂക്ക് 3-ാം അധ്യായത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് വചനങ്ങൾ: മുന്തിരിവള്ളിയിൽ ഫലമുണ്ടാകുകയില്ല, അത്തി വൃക്ഷത്തിൽ ഫലമുണ്ടാകും, ഗോശാലയിൽ പശുക്കൾ ഉണ്ടാകില്ല, എങ്കിലും ഞാൻ എൻ്റെ ദൈവത്തിൽ സന്തോഷിക്കും. അതൊരു തീരുമാനമാണ്, പേഴ്സണൽ ചോയ്സാണ്. ഇതൊന്നും ഇല്ലേലും, എനിക്ക് ശമ്പളം കിട്ടിയില്ലേലും, PF കിട്ടിയില്ലേലും, ബോണസ് കിട്ടിയില്ലേലും, എല്ലാവർക്കും കിട്ടിയ ആനുകൂല്യങ്ങളൊന്നും എനിക്ക് കിട്ടിയില്ലേലും, അലവൻസ് കിട്ടിയില്ലേലും, പ്രൊമോഷൻ കിട്ടിയില്ലേലും, എൻ്റെ സന്തോഷത്തിന് മാത്രം ഒരു കുറവില്ല, ഒരു പാട്ടിനൊരു കുറവില്ല, 2 പാട്ട് കൂടുതൽ പാടിയേക്കും. ഈ ഒരു മനോഭാവമാണ്. അതായത് happiness should not be dependent on happenings. എങ്ങനെയാണ് പറയേണ്ടത്? നമ്മുടെ സന്തോഷം ഒരിക്കലും ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളിലല്ല എൻ്റെ സന്തോഷം. എൻ്റെ സന്തോഷം കർത്താവിലാണ്. കർത്താവിൽ സന്തോഷം അവനൻ ബലം. ആ പാട്ടൊന്ന് പാടിയാലോ? പാരിതിൽ സന്തോഷം അവനിൻ ബലം, പാരിതിൽ പാർക്കുന്ന അവനൻ ബലം, അവനെന്റെ സങ്കേതം, വിശ്രാമം നാൾ തോറും അവനെന്റെ സർവ്വഭൂമേ, അവനെന്റെ സങ്കേതം, വിശ്രാമം നാൾ തോറും അവനെന്റെ സർവ്വഭൂമേ. ഓ അവനെന്റെ സങ്കേതം, വിശ്രാമം നാൾ തോറും
സർവവുമേ. പല നാൾ കരുതി ഞാൻ ഏകനെന്ന് അന്നാളിൽ അവൻ എന്നോടു ചൊല്ലി. പല നാൾ കരുതി ഞാൻ ഏകനെന്ന് അന്നാളിൽ അവൻ എന്നോടു ചൊല്ലി. ലോകാന്ത്യത്തോളവും കൂടെയിരിക്കുന്നു, നിന്നോട് കൂടെയുണ്ട്. ലോകാന്ത്യത്തോളവും കൂടെയിരിക്കുന്നു, നിന്നോട് കൂടെയുണ്ട്. കർത്താവിൻ സന്തോഷം അവൻ ബലം, പാരിതിൽ പാർക്കും നാളവൻ ബലം. കർത്താവിൻ സന്തോഷം അവൻ ബലം, പാരിതിൽ പാർക്കും നാളവൻ ബലം. അവനെന്റെ സങ്കേതം വിശ്രാമം നാൾതോറും, അവനെന്റെ സർവവുമേ. അവനെന്റെ സങ്കേതം വിശ്രാമം നാൾതോറും, അവനെന്റെ സർവവുമേ. കൈകൾ അടിച്ച് കർത്താവിന് നന്ദി പറയാം. ഇന്നുവരെ സംഗീതമായി സർവവുമായി നമ്മെ നടത്തിയത്. ഹല്ലേലൂയ. ഒരിക്കലൊരു വിദ്യാർത്ഥി ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് തോറ്റു. അതോടെ മനസ്സിലായി, എനിക്ക് ജീവിതമില്ല, ഒരു ഭാവിയുമില്ല. ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, പരീക്ഷയ്ക്കാണ് തോറ്റിരിക്കുന്നത്. കുറേ കഴിഞ്ഞപ്പോൾ ഒരു ചിന്ത, അതിൽ തോറ്റെങ്കിലും ഈ ഒരു എക്സാം എഴുതിയാലോ. അങ്ങനെ പഠിച്ച് ആ എക്സാം എഴുതിയപ്പോൾ അതിൽ പാസ്സായി എന്ന് മാത്രമല്ല, ആ വഴിക്ക് പോയി ജോലിയിൽ ഒരു ഉയർന്ന സ്ഥാനത്ത് എത്തിച്ചേർന്നു. ചില സമയത്ത് നമ്മളുടെ പരാജയങ്ങൾ they are not rejections, they are redirections. എങ്ങനെ ഇതിനെ പറയേണ്ടത്? ചില സമയത്ത് ചില മേഖലകളിൽ പരാജയപ്പെട്ടു. അതിൻ്റെ അർത്ഥം നീ മൊത്തം പരാജയമാണെന്നല്ല. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ജയിച്ച ഒരാളെ എനിക്ക് കാണിച്ചു തരാം, ഒരാളെ. ചില ആളുകൾ സ്പോർട്സിൽ ജയിച്ച് വലിയ താരങ്ങളായി, ചിലത് സിനിമയിൽ പോയി വലിയ താരങ്ങളായി, ചിലത് ബ്യൂട്ടി കോൺടെസ്റ്റിൽ വലിയ താരങ്ങൾ, ചിലർ സംഗീതത്തിൽ. എന്തിലെങ്കിലുമൊക്കെ ഓരോ ഫീൽഡിലാണ് വലിയ വലിയ താരങ്ങൾ ഉണ്ടാകുന്നത്. ആ താരങ്ങൾ വേറെ പലതിലും പൂജ്യമായിരിക്കും. ഏതെങ്കിലും ഒരു മേഖലയിൽ നീ തോറ്റു എന്നതിൻ്റെ അർത്ഥം നിന്റെ ജീവിതം പരാജയമെന്നല്ല, ഒരുപക്ഷെ ആ മേഖലയിൽ നിനക്ക് വിളിയില്ലായിരിക്കാം. വിട്ടേക്ക്, അടുത്തതിലേക്ക് തിരികെ. ഞാൻ സാധാരണ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ എല്ലാ ക്ലാസ്സിലും ടോപ്പറായിരുന്നു, ഫസ്റ്റായിട്ട് പഠിച്ചു പോകും. ഡിഗ്രിയിലെത്തിയപ്പോൾ മാത്തമാറ്റിക്സിന് തോറ്റു. BSc പഠിക്കുന്ന സമയത്ത് സെക്കൻഡ് പേപ്പറാണ് മാത്തമാറ്റിക്സിന് തോറ്റു. ഇതുപോലെ ഭയങ്കര നിരാശ എൻ്റെ അകത്ത് തോറ്റു. അപ്പോൾ എൻ്റെ ഇളയ സിസ്റ്റർ വന്നിട്ട് പറയും, ഇളയ സിസ്റ്റർ മാത്തമാറ്റിക്സിൻ്റെ വലിയ ആളാണ്. ചേട്ടാ അതൊന്നും മേടിക്കൊന്നും വേണ്ട, നമുക്ക് ശരിയാക്കാം. അവൾ കൂടെ ഇരുന്ന് കുറേ കാര്യങ്ങളൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തു. അടുത്ത പ്രാവശ്യം ഇത് ഫസ്റ്റ് ക്ലാസ്സോടെ ഞാൻ പാസ്സായി. പക്ഷെ ഇതിനിടയിലൊരു സംഭവമുണ്ട്. ഒരു വർഷം എൻ്റെ പോയി. അപ്പോൾ ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? വെറുതെ ഇരിക്കണമല്ലോ. പിറ്റേ ദിവസം തന്നെ ഞാൻ പോയി ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കാൻ തുടങ്ങി, പിള്ളേരെ പഠിപ്പിക്കാൻ തുടങ്ങി. അതെന്തായിരുന്നു? ഒരു റീഡയറക്ഷനായിരുന്നു. ഒരിക്കലും ചെയ്തിട്ടില്ലാത്തൊരു മേഖലയിലേക്ക് ഞാൻ തിരിച്ചു. അതോടുകൂടെ കർത്താവ് ചെയ്തത് എൻ്റെ അകത്തുള്ള ടീച്ചിങ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. പരാജയപ്പെട്ട ആളാണ്, ഒരു പരീക്ഷ തോറ്റു. അതിനെന്ത് സംഭവിച്ചു? ഇപ്പുറത്തുകൂടി ടീച്ചിങ് സ്കിൽ ഡെവലപ്പ് ചെയ്യുകയാണ്. അങ്ങനെ ഒരു 7 വർഷം ആ വഴിക്ക് പോയി. അങ്ങനെ ടീച്ചിങ് സ്കിൽസ് ഡെവലപ്പ് ചെയ്തതിൻ്റെ പുറകിൽ ദൈവത്തിനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. എന്താണത്? പിന്നീട് വചനം പഠിപ്പിക്കാൻ ആ ഒരു പീരീഡ് എനിക്ക് പ്രയോജനമായി.
ബൈബിള് പഠിപ്പിക്കാൻ ഉള്ള ഒരു ഡെവലപ്മെൻറ്റ് ആ സമയത്ത് നടന്നു. എല്ലാ പരാജയങ്ങളും നിന്നെ കൊല്ലാനല്ല, നിന്നെ തകർക്കാനല്ല, നശിപ്പിക്കാനല്ല, പിന്നെന്തിനു വേണ്ടിയാ? സം ഓഫ് ദ ഫെയിലിയേഴ്സ് ആർ നോട്ട് റിജക്ഷൻസ് ബട്ട് റീഡയറക്ഷൻസ്. നിങ്ങളൊരു സ്ഥലത്തൊരു എന്താ പറയാം, ബ്യൂട്ടി പാർലർ കിട്ടും. ബ്യൂട്ടി പാർലർ പൊട്ടി, കാശ് നഷ്ടമായി. അതിൻ്റെ അർത്ഥം ജീവിതം തീർന്നെന്നാണ്. അത് വിട്, വേറൊരു മേഖലയിലേക്ക് പോവുക. ഇന്ന് ലോകത്തിൽ മെഗാ ചർച്ചകൾ നടത്തുന്ന ചിലരൊക്കെ ചില സ്ഥലത്ത് സഭ തുടങ്ങി പൊട്ടി, സഭ പൂട്ടി. അതിൻ്റെ അർത്ഥം ദൈവവിളി പോയെന്നാണോ, ശുശ്രൂഷ പോയെന്നാണോ? അവിടെ നിന്ന് മാറി വേറെ സ്ഥലത്ത് പോയി തുടങ്ങി, അവരവിടെ അങ്ങ് വിജയിച്ചു കയറി. ചില മേഖലകളിൽ പരാജയപ്പെട്ടാൽ അതിൻ്റെ അർത്ഥം അതോടെ എല്ലാം തീർന്നു എന്നല്ല. ദൈവത്തിന് ഒത്തിരി വഴികൾ തുറക്കാൻ സാധിക്കും. നെഞ്ചത്തോട്ട് കൈവച്ചിട്ടൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ച് എവിടെയെങ്കിലുമൊക്കെ തോറ്റ് തുന്നം പാടി തൊപ്പിയിട്ട് കിടക്കുവാണെങ്കിൽ, എൻ്റെ കർത്താവേ, ഇവിടെ കിടക്കാൻ എനിക്കൊരു താല്പര്യമില്ല, എവിടേക്കാണ് ഞാൻ തിരിയേണ്ടത്? ചിലപ്പോൾ അവിടെ തന്നെ കർത്താവ് ജയം തരും, ആ മേഖലയിൽ തന്നെ ജയം തരും. അല്ലെങ്കിൽ ഒരു റീഡയറക്ഷൻ. നെഞ്ചത്ത് നിന്ന് കൈയെടുത്ത് മുകളിലോട്ട് പിടിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ അങ്ങോട്ട് തന്നെ കൈപിടിച്ചോ. എന്നിട്ടൊന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിച്ച്, ഈ കൈ ഉയർന്നിരിക്കുന്ന സമയത്ത് ഞാൻ കാണുന്നു ചില റീഡയറക്ഷനുകൾ, ചില വഴികൾ, ചില ആശയങ്ങൾ, ചില കോൺസെപ്റ്റുകൾ, ചില വാതായനങ്ങൾ, ചില ഗേറ്റുകൾ യേശുവിൻ്റെ നാമത്തിൽ ജനത്തിന് തുറന്നു വരട്ടെ, തുറന്നു വരട്ടെ. ലോക്ക് ചെയ്ത് പൂട്ടി, താഴിട്ട് പൂട്ടി ഇതിനകത്ത് കിടന്നോ എന്ന് പറഞ്ഞുകൊണ്ട് കാരാഗൃഹത്തിൻ്റെതുപോലെ ചിലതിലൊക്കെ ആക്കി വെച്ചിരിക്കുന്ന സകലരും യേശുവിൻ്റെ നാമത്തിൽ കാരാഗൃഹങ്ങളെ ഞാനിപ്പോൾ തുറന്നു വിടുകയാണ്. എല്ലാ ജയിലുകളെയും തുറന്നു വിടുന്നു. ചില മേഖലകളിൽ പരാജയപ്പെട്ടു എന്നതുകൊണ്ട് നീ ഇവിടെ അവസാനം വരെ കിടന്ന് ചത്തോ എന്ന് പറയുന്ന പിശാചിന്റെ മുഖത്തേക്ക് നോക്കി ഇനി മേലിൽ നമ്മൾ തമ്മിൽ കാണുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കാരാഗൃഹത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ഒരു ജയാളിയുടെ മനോഭാവം യേശുവിൻ്റെ നാമത്തിൽ വളർന്നു വരട്ടെ. ഈ സന്ദേശം മുന്നിലേക്ക് പോകുമ്പോൾ ഈ കേൾക്കുന്നത് മാത്രമല്ല നിങ്ങൾ കുറിച്ചെടുക്കേണ്ടത്, ഈ വചനങ്ങൾ മാത്രമല്ല കുറിച്ചെടുക്കുക. ദൈവം നിങ്ങളുടെ ഉള്ളിൽ സംസാരിക്കും, ചില ആശയങ്ങൾ തരും. ഇന്നത് തുടങ്ങണം, ഇന്ന മേഖലയിലേക്ക് തിരിയണം, ഇന്ന സ്റ്റാർട്ടപ്പിലേക്ക് പോകണം, ഇന്ന ബിസിനസ് തുടങ്ങണം. അതെഴുതി വെക്കണം വേറൊരു പേജിൽ. അതിൻ്റെ കൂട്ടത്തിൽ എഴുതരുത്. ഒരു പുതിയ പേജ് എടുത്ത് പുതുതായുള്ള ആക്ഷൻ പ്ലാനുകൾ എഴുതാൻ തുടങ്ങണം. അതിൻ്റെ മേൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുന്ന സമയത്ത് ബർത്ത് ചെയ്യുന്ന, ജന്മമെടുക്കുന്ന ചില സാധനങ്ങൾ പുറത്തേക്ക് വരും. അത് ചിലപ്പോൾ ജീവിതത്തിൽ ഇന്നു വരെ ഇല്ലാത്ത വലിയ ബ്രേക്ക് ത്രൂ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരും. ഹല്ലേലൂയ. ഒരു അടുത്ത 3 മിനിറ്റുകൾ എല്ലാവരും അന്യഭാഷകളിൽ പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചു. ചിലതെല്ലാം വിരിഞ്ഞു വരട്ടെ, ചിലത് പിറവിയെടുക്കട്ടെ, ചിലത് നാമ്പെടുക്കട്ടെ, ചിലത് ജന്മമെടുക്കട്ടെ. പുതിയ കോൺസെപ്റ്റുകൾ, പുതിയ ആശയങ്ങൾ, പുതിയ ബിസിനസ് സംരംഭങ്ങൾ, പുതിയ ശുശ്രൂഷകൾ. ഒരു ബ്ലെസ്സിംഗ് ഗ്രൂപ്പ് എടുത്ത് പൊട്ടി, പുതുത് ഞാൻ എവിടെ തുടങ്ങും? ഞാൻ ശുശ്രൂഷ ചെയ്ത ചില സ്ഥലങ്ങളിൽ പരാജയങ്ങൾ കണ്ടു. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. പുതിയ ആശയങ്ങൾ ഉണ്ടാകട്ടെ. നമ്പർ 2, 5 കാര്യങ്ങളാണ് പറയുന്നത്. രണ്ടാമത്തേത്, യുവർ ഫെയിലിയേഴ്സ് ക്യാൻ ലീഡ് ടു ഗ്രേറ്റർ സക്സസ്. നിങ്ങളുടെ പരാജയങ്ങൾ കൂടുതൽ വലിയ വിജയങ്ങളിലേക്ക് നയിച്ചേക്കാം. പരാജയങ്ങൾ കൂടുതൽ വലിയ വിജയങ്ങളിലേക്ക് നയിച്ചേക്കാം. അധികമാരും ശ്രദ്ധിക്കാത്ത ഒരു വചനമാണ് ഇനി നിങ്ങൾ അവിടെ താഴെ കാണുന്നത്. യിരെമ്യാവിൻ്റെ പുസ്തകം 8:4
നീ അവരോട് പറയേണ്ടത് എന്തെന്നാൽ യഹോവ പ്രകാരം അരുളിച്ചെയ്യുന്നു, ഒരുത്തൻ വീണാൽ എഴുന്നേൽക്കില്ലയോ? ഒരുത്തൻ വഴിതെറ്റിപ്പോയാൽ മടങ്ങി വരികയില്ലയോ? ഉത്തരം പറ. 2 ചോദ്യങ്ങളാണ് ചോദ്യം ഇവിടെ കൊടുത്തിരിക്കുന്നത്. കർത്താവ് ചോദിക്കുക, ഒരാൾ വീണാൽ എഴുന്നേൽക്കില്ലേ? വീണിട്ട് എഴുന്നേൽക്കാത്ത ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഈ ജനിച്ച സമയത്ത് നമ്മളെങ്ങനെ കിടന്നത്? ഇങ്ങനെ കിടക്കാൻ മാത്രം അറിയാവും അല്ലേ? മലർന്ന് കിടന്നുകൊണ്ട്. പിന്നെ കവിണ് വീഴുന്നൊരു മൈൽ സ്റ്റോണുണ്ട്. ഒരു ബേബി കവിണ് വീഴുന്ന ഒരു സ്റ്റേജുണ്ട്. ഇപ്പോൾ ജെറോം അവിടെ ഭയങ്കര പരിശ്രമങ്ങൾ, അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക ഡൽഹിയിൽ, മറിഞ്ഞ് വീഴാൻ വേണ്ടി. നമ്മളെല്ലാം അതിലൂടെ പോയതാണ്. കവിണ് വീണ് കഴിഞ്ഞ് പിന്നെ നീന്തുന്നൊരു പരുവമുണ്ട്. നീന്തിയ ശേഷം പിന്നെ അവിടെ ഇവിടെയൊക്കെ പിടിച്ച് പതുക്കി വിറച്ച് എഴുന്നേറ്റ് നിൽക്കുന്നൊരു കാലമുണ്ട്. ആ കാലം തുടങ്ങി വീഴാതെ നടക്കുന്നത് വരെ ഒരു ദിവസം എത്ര പ്രാവശ്യം വീഴുമായിരുന്നു? 150 പ്രാവശ്യം വീഴും. എന്നാലും എഴുന്നേൽക്കും. അത് കുറച്ച് കരയും, ആരെങ്കിലും പൊക്കി വിടും. പിന്നെ പൊക്കി വിടാൻ ആരുമില്ല, അത് തന്നെ എഴുന്നേറ്റ് പോകും. ആണോ? ചോദ്യം. വലിയ മാന്യന്മാരായി മാന്യവതികളായൊക്കെ ഒത്തിരി പേരിവിടെ നല്ല രസമായിട്ടിരിപ്പുണ്ട്. ജീവിതത്തിൽ എത്ര പ്രാവശ്യം വീണിട്ടുണ്ടെന്നും പറയാമോ സീക്രട്ടായിട്ട്? ഇങ്ങനെ ഇരിക്കുന്നതിന് മുമ്പ് ജീവിതത്തിൽ എത്ര പ്രാവശ്യം വീണിട്ടുണ്ട്? കർത്താവ് ചോദിക്കുക, ഒരുത്തൻ വീണ് എഴുന്നേക്കില്ലേ? ഒരുത്തൻ വഴിതെറ്റിപ്പോയാൽ മടങ്ങി വരില്ലേ? നിങ്ങൾ പോയ വഴിക്ക് വഴിതെറ്റി. ചിലപ്പോൾ സ്വന്തം വീട്ടിലോട്ട് പോകുന്നവർക്ക് വഴി തെറ്റാറുണ്ട്. മദ്യപിച്ചിട്ട് പോയതാ, വേറെ വീട്ടിൽ കയറി കോളിമ്പിൽ നീ ഇവിടെയോ, നിങ്ങളിവിടെയോ? കാരണം ബോധമില്ല, ഏത് വീട്ടിലാണ് കയറേണ്ടെന്നറിയാതെ മദ്യപാനികളൊക്കെ വേറെ വീട്ടിൽ കയറും. ബോധമുള്ളവരാണെങ്കിലും വഴി തെറ്റിയാൽ എന്താ സംഭവിക്കുക? തിരിച്ചു വരും. GPS ഇട്ടാണ് പോകുന്നെങ്കിൽ മേക്ക് എ യു ടേൺ സ്വസ്ഥത തരില്ല ഇല്ലേ? അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, മേക്ക് എ യു ടേൺ. ഒന്ന് വായിക്കാമോ 2 ചോദ്യങ്ങൾ? ഒരുത്തൻ എങ്കിൽ പിന്നെ ജീവിതത്തിൽ ചിലതൊക്കെ വഴിതെറ്റി മടങ്ങി വരണ്ടേ? എല്ലാവരോടുമായി ഞാൻ പറയുകയാണ്, പിന്മാറ്റത്തിൽ പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ മടങ്ങി വരാം. ബ്ലെസ്സിങ് ടുഡേയിലേക്ക് മടങ്ങി വരാം. എല്ലാവരും ഇങ്ങനെ ഒന്ന് വിളിച്ച്, പിന്മാറ്റക്കാർക്ക് മടങ്ങി വരാം, കർത്താവിലേക്ക് മടങ്ങി വരാം. ചിലപ്പോൾ വഴിതെറ്റാം, മടങ്ങി വരാം. പെരുഞ്ഞാറ തിരിച്ചു വരേണ്ടത് എന്തെന്നറിയുന്നു, എൻ്റെ ജനം അറിയുന്നില്ല. കർത്താവിൻ്റെ സങ്കടം അതാ. പെരുഞ്ഞാറയ്ക്ക് മൈഗ്രേറ്ററി ബേർഡുകൾക്ക് വരെ അറിയാം സെപ്റ്റംബറിൽ മടങ്ങി വരണോ. കറക്റ്റ് ടൈം നോക്കി, കലണ്ടർ നോക്കി അത് മടങ്ങി വരും. എന്നാൽ എൻ്റെ ജനത്തിന് മടങ്ങി വരാനുള്ള ബോധം പോലുമില്ല. വേറൊരു വചനം കേൾക്കണോ? സദൃശ്യവാക്യങ്ങൾ 24:16 ഒന്ന് വായിക്കാമോ? നീതിമാൻ 7 പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും. അതിൻ്റെ അർത്ഥം 8ാമത്തെ പ്രാവശ്യം അവിടെ കിടന്നോളാനാണോ? 7 പ്രാവശ്യം എഴുന്നേക്കാനല്ലേ പറഞ്ഞിട്ടുള്ളൂ. 8ാമത്തെ പ്രാവശ്യം ഞാനവിടെ കിടക്കും, അങ്ങനെയാണോ? 7 എന്നോട് ഉദ്ദേശിക്കുന്നത് എത്ര പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും. യേശുവിനെ രക്ഷിതാവായി വിശ്വസിച്ച് സ്വീകരിച്ച എല്ലാവർക്കും കിട്ടുന്ന പേരാണ് നീതിമാൻ. വിശ്വസിക്കുന്നവർക്ക് നീതി ലഭിച്ചു. അപ്പം നമ്മുടെ പേരെന്താണ്? നീതിമാൻ. നമ്മുടെ ഗുണഗണങ്ങൾ നോക്കിയിട്ടല്ല, അത് കറ പിടിച്ച തുണിയാണ്. യേശുവിൻ്റെ നീതി നമുക്ക് കിട്ടി, അതുകൊണ്ട് നമ്മളെല്ലാവരും നീതിമാന്മാരാണ്. യേശുവിൽ വിശ്വസിക്കുന്നവർ കൈ ഇങ്ങനെ വീശി കാണിക്കുക, പറയുക, ഞാൻ നീതിമാൻ. നീതിമാന്മാരെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? 7 പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും. ഇങ്ങനെ കഴിവുള്ള ഒരു വർഗമേ ഭൂമിയിലുള്ളൂ. എത്ര പ്രാവശ്യം വീണാലും എഴുന്നേൽക്കാൻ സാധിക്കുന്ന ഒരൊറ്റ കൂട്ടരേ ഉള്ളൂ. അത് കർത്താവിൻ്റെ നീതിമാന്മാരാണ്, അവനിൽ വിശ്വസിക്കുന്നവരാണ്. നീതിമാൻ 7 പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും. അതിനുശേഷമുള്ള ഒരു സാധനം പറഞ്ഞിട്ടുണ്ട്, വായിക്കാമെങ്കിൽ വായിച്ചോ. ദുഷ്ടന്മാരോ അനർത്ഥത്തിൽ നശിച്ചു പോകും. മറ്റു ചിലർ വീണാൽ എഴുന്നേൽക്കില്ല, പക്ഷെ ദൈവത്തിൻ്റെ പിള്ളേർ വീണാൽ എഴുന്നേൽക്കും. ഒരുത്തൻ വീണാൽ എഴുന്നേൽക്കില്ലേ? ഒരുത്തൻ വഴിതെറ്റിയാൽ മടങ്ങി വരില്ലേ? വരും.
ഹല്ലേലൂയ. ബൈബിളിൽ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ദൈവം ഒരിക്കലും ഒരു കുറ്റമില്ലാത്തവരല്ല ഉപയോഗിക്കുന്നത്. തെറ്റുകളുണ്ട്, പക്ഷേ തിരിച്ചു വരാൻ, ദൈവത്തിലേക്ക് മടങ്ങി വരാൻ, മാനസാന്തരപ്പെടാൻ തയ്യാറുള്ളവരെയാണ് ദൈവം ചരിത്രത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ചിലരെ ഞാൻ വേഗത്തിൽ മുന്നിൽ കൊണ്ടുവന്ന് പ്രസൻറ്റ് ചെയ്യും. ഒന്ന് നോഹയെക്കുറിച്ച് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 6:9 പറയുന്നത് നോവ വാസ് എ റൈച്ചസ് മാൻ. അതൊന്നെടുത്ത് വായിക്കാം. ഉൽപ്പത്തി 6:9. നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. And he walked faithfully with God. നോഹ ദൈവത്തോട് കൂടെ നടന്നു. അപ്പോൾ നോഹയുടെ ഒരു പിക്ചർ നമുക്ക് മനസ്സിലായല്ലോ. നല്ലൊരു മനുഷ്യൻ, നീതിമാനായിരുന്നു, കുറ്റമില്ലാതെ നടക്കുന്നവനാണ്, ദൈവത്തോടു കൂടെ നടക്കുന്നവൻ. പക്ഷേ ഒരു സമയത്ത് അദ്ദേഹം മദ്യപിച്ചു, വസ്ത്രം മാറിക്കിടന്നു. അതിനുശേഷം ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. തൻ്റെ ജീവിതത്തിൽ ചില തെറ്റുകൾ സംഭവിച്ചു. ദൈവത്തോടുകൂടെ നടന്നവനാണ്, പക്ഷെ ഒരു വീഴ്ചയുണ്ടായി. അതിൻ്റെ അർത്ഥം അവിടെ കിടന്നെന്നാണോ? നോ. അവനെക്കുറിച്ച് എബ്രായലേഖനം 11 എഴുതിയിരിക്കുന്നു, വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ. അതിൻ്റെ അർത്ഥം ജീവിതത്തിൽ ചില വീഴ്ചകളൊക്കെ വന്നേക്കാം, പക്ഷെ അവിടെ കിടക്കരുത്. അടുത്ത ആളെ ഇങ്ങനെ അടിച്ചിട്ട് പറയാം, നിങ്ങൾ വീഴാം, പക്ഷെ അവിടെ കിടക്കരുത്. വീഴാം, പക്ഷെ അവിടെ കിടക്കരുത്. അബ്രഹാമിനെ നോക്കുക, വിശ്വാസികളുടെ പിതാവ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ആണോ? വിശ്വാസികളുടെ പിതാവ്, ഫാദർ ഓഫ് ഫെയ്ത്ത്. ഈ ഫിയറും ഫെയ്ത്തും ഓപ്പോസിറ്റ്സ് ആണ്, ശരിയല്ലേ? ഫിയറിനെതിരെയാണ് ഫെയ്ത്ത്, ഫെയ്ത്തിനെതിരെയാണ് ഫിയർ. എന്നാൽ ഈ മനുഷ്യന് ഫിയർ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സാറയെക്കുറിച്ച് കള്ളം പറഞ്ഞു. അബീമേലെക്കിൻ്റെ മുമ്പിലെത്തിയപ്പോൾ ഇവളെൻ്റെ സിസ്റ്ററാണെന്ന് പറഞ്ഞു. കള്ളം പറഞ്ഞു. പാതി സത്യമുണ്ട്, അർദ്ധസത്യമുണ്ട്, മിക്സ് ചെയ്തൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി പറയും. ബിക്കോസ് ഓഫ് ഫിയർ. അപ്പോൾ വിശ്വാസമുള്ള ഒരാൾക്ക് ഭയത്തിൻ്റെ ആവശ്യമുണ്ടോ? പക്ഷെ ഉണ്ടായിരുന്നു. അപ്പോൾ ബൈബിളിൽ വലിയ വലിയ ഹീറോസായി അവതരിപ്പിച്ചിട്ടുള്ളവർക്ക് ക്രാക്സ് ഉണ്ടായിരുന്നു. കുടത്തിന് പൊട്ടലുകൾ ഉണ്ടായിരുന്നതുപോലെ ഇവർക്കെല്ലാം വീക്ക്നെസ്സുകളുണ്ടായിരുന്നു, പരാജയങ്ങളുണ്ടായിരുന്നു. ഇവരെല്ലാം പല സമയത്ത് വീണുപോയവരാണ്. എന്നാൽ അവൻ്റെ വിശ്വസ്തതയും കരുണയും എന്നേക്കും നിലനിൽക്കുന്നു. ബൈബിളിലുള്ള ഹീറോസിനെ ഹീറോസാക്കിയത് അവരുടെ വീര്യപ്രവൃത്തികളല്ല, ദൈവത്തിൻ്റെ വിളിയോടുള്ള വിശ്വസ്തതയും ദൈവത്തിൻ്റെ കരുണയുമാണ്. അടുത്തിരിക്കുന്ന ആളെ അടിച്ചിട്ട് പറയും, എങ്കിൽ നിങ്ങൾക്കും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ബൈബിളിലുള്ള ഈ മഹത് വ്യക്തികൾക്ക് മാത്രമല്ല, ഇന്ന് ജീവിച്ചിരിക്കുന്ന കർത്താവിൻ്റെ കുഞ്ഞുങ്ങൾക്കും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. കാരണം അതേ ദൈവമാണ് നമ്മളെ വഴി നടത്തുന്നത്. അതേ ദൈവം കരുണ കാണിക്കും. അവൻ്റെ രീതികൾക്ക് മാറ്റം വന്നിട്ടില്ല. അവൻ എന്നും എന്നേക്കും അനന്യനാണ്, മാറ്റമില്ലാത്തവനാണ്. അതുകൊണ്ട് നമുക്കവനിൽ വിശ്വസിക്കാം. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ തെറ്റുകളുണ്ടായി, കള്ളം പറഞ്ഞു, ഭയപ്പെട്ടു, സ്വന്തം പദ്ധതിയിലൂടെ കാര്യങ്ങൾ നടത്താൻ ശ്രമിച്ചു. അങ്ങനെയാണ് ഹാഗാർ വഴി പോയത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. എങ്കിലും ദൈവം വാഗ്ദത്തം ചെയ്തത് ഇന്നും നിവർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിനൊരു മാറ്റവുമില്ല. യാക്കോബിൻ്റെ കാര്യമെടുത്താൽ സംഭവിക്കുന്നത് എന്താണ്? അദ്ദേഹം ഒരു നുണയനായിരുന്നു, കള്ളം പറഞ്ഞു, ചതിച്ചു, കാര്യങ്ങളൊക്കെ ആകപ്പാടെ വല്ലാത്ത രീതിയിലാക്കി മാറ്റി. പക്ഷേ ദൈവവുമായുള്ളൊരു കൂടിക്കാഴ്ചയിൽ തനിക്കൊരു വലിയ രൂപാന്തരമുണ്ടായി. ഞാനിന്ന് ചിലരെ നോക്കി പ്രവചിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ചിലർക്കൊക്കെ ചില എൻകൗണ്ടറുകൾ ഉണ്ടാകാൻ പോകും. ദൈവവുമായുള്ള ചില കൂടിക്കാഴ്ചകൾ, എൻകൗണ്ടറുകൾ ഉണ്ടാകും. അത് ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കും. പേര് മാറിയതുപോലെ അവൻ യാക്കോബ് ഇസ്രായേലായി മാറിയതുപോലെ ചില മാറ്റങ്ങൾ ചിലർക്കുണ്ടാവും. ഹല്ലേലൂയ. ഭൂതകാലം നിങ്ങളെ ഒരിക്കലും നിർവചിക്കാൻ അനുവദിക്കരുത്. ദൈവം നിങ്ങളെ രൂപാന്തരപ്പെടുത്തുമ്പോൾ ഭൂതകാലത്തോട് ഒരു ബന്ധവുമില്ലാത്തൊരു ഭാവി കാലം കർത്താവ് ഉണ്ടാക്കിത്തരും.
അതിന് ശക്തിയുള്ളൊരു ദൈവമാണ് നമ്മുടെ ദൈവം. കാലങ്ങളെയും കാലഗതികളെയും മാറ്റുവാൻ കഴിവുള്ളവൻ. ചില ഭരണകൂടങ്ങളെ മറിച്ച് മറ്റു ചിലതിനെ ഭരണാധിപത്യത്തിലേക്ക് കൊണ്ടുവരാൻ കഴിവുള്ളവൻ. നിൻ്റെ ജീവിതത്തിലും വിപ്ലവകരമായ ചില മാറ്റങ്ങൾ വരുത്തി പഴയ കാലവുമായി ഒരു ബന്ധവുമില്ലാത്ത നിങ്ങൾ പ്രത്യാശിക്കുന്നൊരു ശുഭഭാവി വരുത്തുവാൻ കഴിവുള്ളവൻ്റെ കൈകളിലേക്ക് സർവ്വജനത്തെയും ദൈവത്തിൻ്റെ ദാസനെന്ന നിലയിൽ ഞാനിപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചനുഗ്രഹിക്കുന്നു. ചിന്താഗതികളിൽ മാറ്റമുണ്ടാകട്ടെ. മോശയുടെ കാര്യത്തിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു. മോശയുടെ മെയിൻ ഒരു പ്രശ്നം ദേഷ്യ സ്വഭാവമായിരുന്നു, കോപം. ഒരു ഒറ്റയടിക്ക് ഒരു മിസ്രൈമിനെ കൊന്ന് മണ്ണ് മാന്തി കുഴിച്ചിട്ടു. ഭയങ്കര ദേഷ്യം വന്നു, പെട്ടെന്ന് ദേഷ്യം വരും. ക്ഷിപ്രകോപിയായിരുന്നു മോശെ. എന്നാൽ അദ്ദേഹത്തെ പിന്നീട് പറയുന്നത് ഭൂതലത്തിലെങ്ങും സകല മനുഷ്യരിലും അതിസൗമ്യനായവൻ മാറി. പക്ഷേ ദാറ്റ് വാസ് എ പ്രോസസ്. ഒത്തിരി പ്രക്രിയകളിലൂടെ പോയി താൻ എന്തായി മാറി? വളരെ സൗമ്യനായ ഒരു മനുഷ്യനായി താൻ മാറി. ആ ദേഷ്യ സ്വഭാവത്തിനൊക്കെ പിന്നെ ഇടയ്ക്ക് കൽപ്പലയൊക്കെ വരുന്ന സമയത്ത് വീണ്ടും അതൊക്കെ വെളിപ്പെട്ടെങ്കിലും ദൈവം സകലവും കൂടെ എന്ത് ചെയ്തു? എല്ലാം കൂടെ മാറ്റി റെഡിയാക്കി കർത്താവ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യിച്ചെടുത്തു. ആ മനുഷ്യനെ കൊണ്ട് വേദപുസ്തകത്തിലെ ആദ്യത്തെ 5 ഗ്രന്ഥങ്ങൾ അഥവാ പഞ്ചഗ്രന്ഥങ്ങൾ, ദ പെൻറ്റാറ്റ്യൂക്സ് ദൈവം എഴുതിച്ചു. അടുത്തൊരു പ്രവചന ശബ്ദമാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഹോപ്പ്ലെസ്സായി വീട്ടുകാരും നാട്ടുകാരും നിങ്ങൾക്ക് തന്നെയും തോന്നിയിട്ടുള്ള ചില വ്യക്തികളെ കൊണ്ട് ആരും ചെയ്തിട്ടില്ലാത്ത ദൈവികമായ ചില പ്രോജക്റ്റുകൾ ചെയ്യാൻ ദൈവം ഈ നാളുകളിൽ എഴുന്നേൽപ്പിക്കും. ആരെങ്കിലും ആ പ്രവചന ശബ്ദം പിടിച്ചെടുത്താൽ എല്ലാം മാറും. അങ്ങനെ പ്രവചന ശബ്ദം പിടിച്ചെടുക്കുന്നവരുണ്ടെങ്കിൽ കൈകൾ ഉയർത്തി അടിച്ച് സ്വീകരിക്കുക. മിരിയാമിനെ ആർക്കെങ്കിലും അറിയാമോ? ഈ മോശയുടെ സ്വന്തം സിസ്റ്റർ, ചേച്ചിയാണ്. ചില വർഷങ്ങൾക്ക് മൂത്തതാണ്. മോശയെ വെള്ളത്തിൽ നിന്ന് എടുക്കുവാൻ സഹായിച്ചത് പോലും മിരിയാമാണ്, ചേച്ചിയാണ്. പക്ഷെ മിരിയം വാസ് എ ഗോസിപ്പ്. ഗോസിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? പരദൂഷണം, ഏഷ്യന് പറയും. ബ്ലെസ്സിംഗ് ടുഡേയിൽ എത്ര പേര് പരദൂഷണക്കാരികളായിട്ടുണ്ട്? സ്ത്രീകളോടാ ചോദിക്കുന്നത്, ആരുമില്ല. ബ്ലെസ്സിംഗ് ടുഡേ എന്ന് പറയും എന്ത് നല്ല സഭയാ മക്കളെ. പരദൂഷണം പറയുന്ന ഒറ്റ ലേഡി പോലും നമ്മുടെ ഇടയിലില്ല. ഒരു ഹല്ലേലൂയ പറ. ഓ ഓക്കെ. പക്ഷെ മിരിയാം എങ്ങനെയായിരുന്നു? മിരിയാം ആ ചർച്ചിലൊരു ഏഷ്യക്കാരിയായിരുന്നു. പരദൂഷണം പറയും, ആവശ്യമില്ലാത്തൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും. ബാഡ് മൗത്തിങ് സ്വഭാവം ഉണ്ടായിരുന്നു. പറഞ്ഞു ആരെക്കുറിച്ച് പറഞ്ഞു? മോശയെക്കുറിച്ച് പറഞ്ഞു. അനുജനല്ലേ, ഞാനല്ലേ അവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തത്. അവനിപ്പോൾ വലിയ പുള്ളിയായി, വലിയ പാസ്റ്ററായി, വലിയ പ്രവാചകനായി. ഞങ്ങൾക്കുമില്ലേ പ്രവചന ശുശ്രൂഷ? വിഷയം എന്തായിരുന്നു? നാത്തൂൻ പോരായിരുന്നു. അത് വായിച്ചാൽ അറിയാം. മോശ ഒരു കൂശ്യ സ്ത്രീയെ വിവാഹം കഴിച്ചു. അത് മിരിയമിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പം നാത്തൂന്മാർ തമ്മിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. അത് എവിടെ തീർത്തു? ശുശ്രൂഷയിൽ കൊണ്ടുവന്ന് അടിച്ചു. മോശയ്ക്കെതിരെ സംസാരിച്ചു. ദൈവത്തിനത് ഇഷ്ടപ്പെട്ടില്ല. ദൈവം ഇറങ്ങി വന്നു. അവളൊരു കുഷ്ഠരോഗിയായി മാറി. അങ്ങനെ എഴുതിയിട്ടുണ്ട്. ശരീരം മുഴുവൻ വെളുത്ത കുഷ്ഠരോഗം വന്നു. പാഠം 3 പറഞ്ഞോട്ടെ. ഏഷ്യണി പറയരുത്, കുഷ്ഠരോഗം വരും. എഴുതി വെക്കണ്ട, മനസ്സിൽ കുറിച്ചിട്ടാൽ മതി. അതുകൊണ്ട് ദയവായി സഹോദരിമാർ, ഇവിടുത്തെ അവിടെ, അവിടുത്തെ ഇവിടെ, പാസ്റ്റർ കുറ്റം, മാമ്മയുടെ കുറ്റം, ആ സഹോദരൻ്റെ കുറ്റം, അംബ്രോസറിൻ്റെ കുറ്റം, ശീതലിൻ്റെ കുറ്റം ഒന്നും ആരോടും ചെന്ന് പറഞ്ഞേക്കരുത്. കുഷ്ഠരോഗം വേണമെങ്കിൽ മാത്രം അത് പറഞ്ഞാൽ മതി. എന്ന് പറഞ്ഞാൽ ഇവിടെ വരില്ലായിരിക്കും, അകത്ത് വരും കുഷ്ഠം. അങ്ങനെയുണ്ട്. ഹലോ, ആരുടെയും പരദൂഷണം പറയരുത്. ഇനി അവൾ മാനസാന്തരപ്പെട്ടു. പറ, അവൾ മാനസാന്തരപ്പെട്ടു. ആഹാ, അവൾ മാനസാന്തരപ്പെട്ടു. മാനസാന്തരപ്പെട്ട അവളെ ഒരു പ്രവാചകിയാക്കി, വർഷിപ്പ് ലീഡറാക്കി ദൈവം മാറ്റി. ബാഡ് മൗത്തിങ് ചെയ്യുന്ന ഒരു ലേഡിയെ അവൾ മാനസാന്തരപ്പെട്ടപ്പോൾ പ്രവചിക്കുന്ന അധരങ്ങളുള്ള അഭിഷിക്തയാക്കിയും ഒരു വർഷിപ്പ് ലീഡർ. അവർ എന്താ പറയുന്നത്?
ടാമ്പറിൻ, തപ്പെടുത്ത് അവൾ എന്ത് ചെയ്തു? നൃത്തം ചെയ്ത് മൊത്തം ജനത്തെ പാടി ആരാധിപ്പിച്ച ഒരു വർഷിപ്പ് ലീഡറായി അവളെ ദൈവം മാറ്റി. അപ്പോൾ പരദൂഷണം പറയുന്നവർക്കും പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ, ആമേൻ പറ. കുറേ പേരുണ്ട് ഇവിടെ. ഇപ്പോഴെങ്കിലും മാനസാന്തരപ്പെടുക. കുഷ്ഠരോഗം വേണ്ടെങ്കിൽ, ആത്മീയ കുഷ്ഠരോഗം ബാധിക്കാതിരിക്കാൻ ഈ വാ കൊണ്ട് സ്തുതി, പ്രവചനം, ആത്മീയ വചനങ്ങൾ അങ്ങനെയുള്ളത് മാത്രം ഇതിന്ന് പുറത്തു വന്നാൽ മതി. പരദൂഷണ കമ്മിറ്റിയിൽ നിന്നും ഇന്ന് രാജിവെക്കുക. രാമേൻ പറ. ആമേൻ. രാജിവെക്കും അല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. ഗിദെയോൻ്റെ കാര്യം എടുക്കാം. ഗിദെയോൻ്റെ പ്രശ്നം എന്തായിരുന്നു? പേടി. പലപ്പോഴും നമ്മെ ശുശ്രൂഷയിലേക്ക് മുന്നോട്ട് വിടാത്തത്, സുവിശേഷം പറയുന്നതിന്, വചനം പ്രസംഗിക്കുന്നതിന്, എല്ലാത്തിനും തടസ്സം നിൽക്കുന്നത് ഭയമാണ്. ആഗ്രഹമുണ്ട്, പക്ഷെ ഭയം. വർഷങ്ങൾക്ക് മുമ്പ് 94 എൻ്റെ ഓർമ്മ. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്, ഒത്തിരി ഇതൊക്കെ പറയണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. ഇത് വചനം പറയണം, പ്രസംഗിക്കണം, ഉള്ളിലിങ്ങനെ തിളച്ച് മറിയാണ് ആഗ്രഹം. പക്ഷെ ഒരു വാക്ക് പറയാനുള്ള ധൈര്യമില്ല. അങ്ങനെ ഞാനൊരു പ്രാർത്ഥനാ യോഗത്തിൽ പായിലിരിക്കുന്ന സമയത്ത് ഒരു ദൈവദാസൻ വന്ന് എൻ്റെ മുഖത്ത് നോക്കി പ്രവചിക്കുക, നിൻ്റെ ഉള്ളിൽ വലിയ ആഗ്രഹങ്ങൾ, ദൈവവേല ചെയ്യാൻ, ശുശ്രൂഷിക്കാൻ, പ്രസംഗിക്കാൻ വലിയ ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ ഭയം നിന്നെ സമ്മതിക്കുന്നില്ല. അയാൾ എൻ്റെ മുഖത്ത് നോക്കി പറയുക, ഒരു ദൈവദാസൻ. അതും കൂടി ആയപ്പോൾ ഇനി എന്താ ചെയ്യുക? കരച്ചിൽ. എൻ്റെ കർത്താവേ, ഇതാ കിടക്കുന്നു ഞാൻ. ആഗ്രഹമുണ്ട്, എങ്ങനെയെങ്കിലും ഇതൊക്കെ ഒന്ന് പറയാനുള്ള ഒരു കൃപ എനിക്കിതാ. കുറേശ്ശെ ഇത്തിരി പറയും, കുറച്ച് പറയും, സാഹചര്യങ്ങളിലൂടെ പറഞ്ഞ് ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. നഥനയിലൂടെ കർത്താവ് പറഞ്ഞു, ഇതിനേക്കാൾ വലുത് നീ കാണും. ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, ഇന്നും ഭയപ്പെട്ട്, ഈ ഗിദെയോന്റെ പരിപാടി എന്തായിരുന്നു? ഭയപ്പെട്ട് മുന്തിരിച്ചക്കിന്റെ പുറകിൽ പുള്ളിയുടെ പരിപാടി എന്താ? ഒളിച്ചിരിക്കുക. ആരാ പറഞ്ഞ? മിദ്യാനരല്ലേ? മിദ്യാനർ ഇവിടെ നിന്ന് വരുന്നുണ്ടോ, അവിടെ നിന്ന് വരുന്നുണ്ടോ, ഇത് തന്നെ പുള്ളിയുടെ പരിപാടി. ഇതിന്റെ പുറകിൽ ഒളിച്ചിരിക്കുക പുള്ളി. ധൈര്യമായി നിന്ന് വാളെടുത്ത് പൊരുതുവാനുള്ള ഒരു ഗട്ട്സ് ഈ മനുഷ്യനില്ല. പക്ഷെ കർത്താവ് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, യു മൈറ്റി മാൻ ഓഫ് വാലർ, പരാക്രമശാലിയെ. അങ്ങനെ വിളിക്കുന്നത് തന്നെ. ബ്രദർ ഗിഡിയൻ, ഭീരുവായ ഗിഡിയൻ എന്നൊന്നുമല്ല കർത്താവ് വിളിച്ചത്, പരാക്രമശാലിയെ. നീ കാണാതെ നിന്റെ അകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒരു സൈനികനെ, ഒരു പട്ടാളക്കാരനെ, ഒരു ന്യായാധിപനെ ദൈവം കണ്ട് വിളിച്ച് പുറത്തെടുക്കും. ഇവിടെ ഇരിക്കുന്ന പലരുടെ അകത്ത് ഒരു അഭിഷിക്തൻ ഇരിപ്പുണ്ട്, ഒരു അഭിഷിക്ത ഇരിപ്പുണ്ട്, ഒരു പ്രവാചക ഇരിപ്പുണ്ട്, ഒരു വർഷിപ്പ് ലീഡർ ഇരിപ്പുണ്ട്, ഒരു പാസ്റ്റർ ഇരിപ്പുണ്ടായിരിക്കാം, ഒരു അപ്പസ്തോലൻ നിങ്ങളുടെ അകത്ത് ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരിക്കാം. ഇന്ന് യേശുവിന്റെ നാമത്തിൽ ചിന്താഗതികളിൽ വ്യത്യാസം വരുമ്പോൾ പുറത്ത് ചാടട്ടെ. കൈകളടിച്ച് ചില നിമിഷങ്ങൾ ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. Hallelujah. Praise God, praise God, praise God, praise God. ഇഫ്താഹ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കേട്ടിട്ടുണ്ടോ? അവൻ്റെ തുടങ്ങുന്നത് ഇങ്ങനെ, അവൻ വേശ്യാപുത്രനായിരുന്നു, അവൻ്റെ അമ്മ ശരിയല്ലായിരുന്നു. തൻ്റെ സഹോദരങ്ങൾ പോലും അവനെ അംഗീകരിച്ചില്ല, കുടുംബക്കാർ അംഗീകരിച്ചില്ല, കമ്മ്യൂണിറ്റി അംഗീകരിച്ചില്ല. എല്ലാവരും അവനെ ഭ്രഷ്ട് കൽപ്പിച്ചു. പക്ഷെ ദൈവം അവനെ വിളിച്ച് ഇസ്രായേലിനൊരു ന്യായാധിപനാക്കി മാറ്റി. ജസ്റ്റ് ഒന്ന് ചിന്തിക്കാമോ? നിങ്ങൾക്ക് ഒരു വിലയും ഇല്ലാതെ ഈ ഡോറിൻ്റെയൊക്കെ ഫ്രണ്ടിലൊരു സാധനമുണ്ട്, അതിൻ്റെ പേര് ചവിട്ടിന്നാ. നിങ്ങൾ വീട്ടിൽ എത്ര പേരുടെ വീട്ടിൽ ചവിട്ടിയുണ്ട്? കാർപ്പറ്റ് പോലെ ഇങ്ങനെ ചവിട്ടി. ആര് പുറത്തോട്ട് പോയാലും ആരകത്തോട്ട് വന്നാലും ഒരു ചവിട്ടി വന്ന് ഒരു തേക്കും കൂടി തേക്കാതെ അവർ പോകില്ല. ചവിട്ടിയുടെ വിധി ഇതാണ്, ഡോർമാറ്റ്.
ഇന്നത്തെ അവസ്ഥ അതായിരിക്കാം. ഒത്തിരി പേര് നിന്നെ ചവിട്ടി തേച്ചു. യിഫ്താഹ് അങ്ങനെയായിരുന്നു, വേശ്യാപുത്രൻ. സംഭവിച്ചറിയാമോ? ദൈവം അവനങ്ങ് പിടിച്ചു പൊക്കി, ഇവരുടെ എല്ലാവരുടെയും മുകളിൽ ന്യായാധിപനാക്കി വെച്ചു. ആർക്കെങ്കിലും ഇന്ന് വിശ്വസിക്കാൻ കഴിയുമോ നിൻ്റെ അവസ്ഥകൾ മറ്റൊരു മാന്യത, ഒരു റെപ്യൂട്ടേഷൻ, എല്ലാവരുടെ മുമ്പിൽ ഒരു മതിപ്പ് തരുവാൻ ഈ ദൈവത്തിന് സാധിക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ചിന്താഗതികൾ മാറട്ടെ. എ വിക്ടേഴ്സ് മെൻറ്റാലിറ്റി മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. എന്നും ചവിട്ടുമെത്തയായി കിടക്കണമെന്നൊന്നുമില്ല. ഹല്ലേലൂയ. ഒന്നുകൂടി പറയാം അല്ലേ, സമയമുണ്ടോ? ഒരു സ്ത്രീയാണ് നവോമി. എല്ലാവരും പറയും നവോമി. നവോമിയുടെ ഭർത്താവ് മരിച്ചു, 2 മക്കളും മരിച്ചു. വീട്ടിൽ വിധവാസംഘം ഇരിക്കുകയാണ്. 3 വിധവമാർ വീട്ടിലുണ്ട്. അവൾക്ക് തന്നെ മനസ്സിലായി, ഇനി എന്നെ ആരും നവോമി എന്ന് വിളിക്കരുത്, എല്ലാവരും എന്നെ മാറാ എന്ന് വെച്ചാൽ ബിറ്റർനെസ്, കയ്പ്. എല്ലാവരും പറഞ്ഞ കയ്പ്. ഇന്നിവിടെ മാറാമാരാരെങ്കിലും വന്നിട്ടുണ്ടോ? അകത്ത് കയ്പ് തിങ്ങിയിരിക്കുകയാണ്. എത്ര പ്രാർത്ഥിച്ചു, എന്തെല്ലാം ചെയ്തിട്ട് അകത്ത് കയ്പ്. കാരണം ദുർമരണങ്ങൾ നടക്കുന്നു, പെടുമരണങ്ങൾ നടക്കുന്നു. കർത്താവിൻ്റെ ഭർത്താവിനെ കൊണ്ടുപോയി, കർത്താവിൻ്റെ മക്കളെ കൊണ്ടുപോയി, അല്ലെങ്കിൽ ഇന്ന ആളുകളെ കർത്താവ് കൊണ്ടുപോയി. എത്ര പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു തന്നില്ല. അങ്ങനെ ഉള്ളിൽ ദൈവത്തോട് മനുഷ്യരോട് കയ്പ് നിറഞ്ഞു. നിങ്ങളാരും എന്നെ എന്ത് ചെയ്യരുത്, ഇനി എൻ്റെ പേര് വിളിക്കരുത്, എന്നെ മാറാ എന്ന് വിളിച്ചാൽ മതി. ബിറ്റർനെസ്. ഈ കയ്പിൽ ജീവിച്ച് അവൾ മരിക്കണം. പക്ഷെ ദൈവം ചെയ്ത പരിപാടി കേൾക്കണോ? അവളുടെ മരുമകളായിരുന്ന റൂത്തിലൂടെ ഒരു പുതിയ ചാപ്റ്റർ അവളുടെ ജീവിതത്തിൽ കർത്താവ് തുറന്നു. Can I tell you something? God can rewrite your story. കഥയെ ഒന്ന് മാറ്റി എഴുതുവാൻ ദൈവത്തിന് സാധിക്കും. ഇതുവരെ വന്ന അധ്യായങ്ങളല്ല, അടുത്തൊരു അധ്യായം, ഒരു പുതിയ അധ്യായം തുറന്ന് കഥയ്ക്കൊരു മാറ്റം, ഒരു വഴിത്തിരിവ് കൊണ്ടുവരുവാൻ, ഒരു റീറൈറ്റിംഗ് ഓഫ് സ്റ്റോറി ഇന്ന് ആരംഭിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് ആരംഭിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ചിലരുടെ ജീവിതത്തിൽ അത് ഇന്ന് ആരംഭിക്കുകയാണ്. മാർച്ച് 22 പരിശുദ്ധാത്മാവ് നിന്റെ കഥയെ മാറ്റി എഴുതും. ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രിൻസിപ്പിൾ ഇതാണ്: ഫെയിലിയർ ഈസ് നോട്ട് ദി ഓപ്പോസിറ്റ് ഓഫ് സക്സസ്, ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് സക്സസ്. ജീവിതത്തിൽ പരാജയങ്ങളുണ്ടെങ്കിൽ സാധാരണ നമ്മൾ വിജയം, വിപരീതം, പരാജയം പറഞ്ഞേ. പണ്ട് മലയാളത്തിലൊക്കെ പഠിച്ചിട്ടില്ല വിപരീതം. ഒന്നുകൂടി പറ. വിജയം, വിപരീതം, പരാജയം. പക്ഷെ ദൈവത്തിൻ്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച് വിജയം വിപരീതം പരാജയമല്ല, പരാജയം വിജയത്തിൻ്റെ ഒരു ഭാഗമാണ്. വെളിപ്പെട്ടില്ല, തലയിൽ ഉദിച്ചില്ല. മനസ്സിലായ എന്താണെന്നുള്ളത്? പരാജയങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിൽ അത് ഇതിൻ്റെ ഓപ്പോസിറ്റായി, അങ്ങനെയാണ് ലോകം കാണുന്നത്, ശരിയുമാണ്. പക്ഷേ പരാജയത്തെ വിജയത്തിൻ്റെ ഒരു ഭാഗമാക്കി, പരാജയത്തെ ഒരു സ്റ്റഡി മെറ്റീരിയലാക്കി, അതുകൂടി ചേർത്ത് ഒരു വലിയ വിജയത്തിലേക്ക്, അതിൻ്റെ മകുടത്തിലേക്ക് എത്തിക്കാനാണ് ദൈവത്തിൻ്റെ ആഗ്രഹമെങ്കിലും അങ്ങനെയാണ് ദൈവം ചരിത്രത്തിൽ പ്രവർത്തിക്കുന്നത്. നമ്പർ 3, ലേൺ ടു എൻകറേജ് യുവർ സെൽഫ്. സ്വയം പ്രോത്സാഹിപ്പിക്കാൻ പഠിക്കുക. സ്വയം പ്രോത്സാഹിപ്പിക്കാൻ പഠിക്കണം. ചില സമയത്ത് ആരും നമ്മളെ ഉത്സാഹിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ഉണ്ടാവില്ല. പണ്ടത്തെ സ്പോർട്സ് ഡേ ഓർക്കുക. എന്നിട്ട് എല്ലാവരും ഇങ്ങനെ അടിച്ചിട്ട് അപ്പ് അപ്പ് അപ്പ്, എല്ലാവരും കമോൺ, അപ്പ് 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 അപ്പ്, ഗാലറി അല്ലേ, അപ്പ് 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 അപ്പ്, സ്റ്റോപ്പ്. ഇതിനാരും ഉണ്ടാവില്ല. നിങ്ങൾക്ക് പ്രോത്സാഹനം തരാൻ ആരുമില്ലാത്ത ഒരു സാഹചര്യം വന്നാൽ എന്ത് ചെയ്യണം? വലത്തെ കൈയെടുക്കുക, ഇടത്തെ തോളിൽ തട്ടുക, പറയുക ഗോ ഫോർവേഡ്. ഉറക്കെ പറ, അങ്ങനെ പറയാൻ പഠിക്കണം. അവരവർ തന്നെ. ഭാര്യയെ പ്രതീക്ഷിക്കരുത്, ഭർത്താവിനെ പ്രതീക്ഷിക്കരുത്, അപ്പുറത്ത് അച്ചായം വന്നിട്ട് അടിക്കുമെന്ന് വിചാരിക്കരുത്. നമ്മളങ്ങ് അടിച്ചേക്കണം. രാവിലെ എഴുന്നേറ്റിട്ട് ഒരു മൂടുമില്ല, തൂങ്ങിച്ചാകാനാണ് തോന്നുന്നത്. ആ സമയത്ത് എന്ത് ചെയ്യണം? കയറെടുക്കാനല്ല പോകേണ്ടത്, ഇവിടെ ഇങ്ങനെ അടിച്ചിട്ട് പറയണം,
ഗോ ഫോർവേഡ്. അവരവർക്ക് തന്നെ അപ്പ് 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 അവരവർക്ക് തന്നെ അടിച്ചു കൊടുക്കണം. ഇത് പഠിച്ചില്ലെങ്കിൽ നീ ഒരിക്കലും ജയത്തിലെത്താൻ പോകുക. ഇത് പഠിച്ചയാളാണ് ദാവീദ്. 2 ശമൂവേൽ 30:6 സാധാരണ എപ്പോഴും നമ്മൾ പറയുന്നതാണ്. ദാവീദോ തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ഇംഗ്ലീഷിൽ ഡേവിഡ് സ്ട്രെങ്തൻഡ് ഹിംസെൽഫ് ഇൻ ദ ലോർഡ് ഹിസ് ഗോഡ്. തന്നെത്താൻ ബലപ്പെട്ടു. ആരും ഒരു കൗൺസിലിംഗ് തരാനില്ല, തന്നെത്താൻ ഒരു കൗൺസിലിംഗ് കൊടുക്കുക. കാണിച്ചു തരട്ടെ. 103-ാം സങ്കീർത്തനം 1-ാമത്തെ വചനം. ആരോട് പറഞ്ഞു? ദാവീദിനോട് പറഞ്ഞു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക. ഇവിടെ വന്ന് നമ്മുടെ വർഷിപ്പ് ലീഡേഴ്സ് ഇവിടെ വന്നിട്ട് എല്ലാവരും കൈകളടിച്ചു ഹോ 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 അങ്ങനെ പറയാൻ ആരുമില്ലെന്ന്. അപ്പം ഞാൻ എന്ത് ചെയ്തു? എൻ മനമേ യഹോവയെ വാഴ്ത്തുക. ഒരു സ്വോത്രം പറഞ്ഞു, ഒരു സ്വോത്രം എന്നാ, ഒരു ഹല്ലേലൂയ എന്നാ, ഒരു ഹല്ലേലൂയ. അങ്ങനെയല്ലേ ഈ വർഷിപ്പ് ലീഡേഴ്സ് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത്. അതിനാരുമില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ എന്നോട് തന്നെ പറയണം, എൻ മനമേ യഹോവയെ വാഴ്ത്തുക. ഈ പണ്ട് പ്രഭാതപ്പാട്ടിനൊരു പാട്ടുണ്ടായിരുന്നു. എന്താണ്? മനമേ പക്ഷി. അറിയാമോ അത്? നിങ്ങൾക്ക് വേറെ തലമുറയാണ്, ഇവർക്കൊന്നും അത് അറിയില്ല. അപ്പം ഈ മനമേ പക്ഷി ഗണങ്ങൾ സാരം ഇത്രേ ഉള്ളൂ. മനമേ പക്ഷി ഗണങ്ങൾ എഴുന്നേറ്റ് ദൈവത്തെ വാഴ്ത്തുന്നു. നീ എന്താ ഇങ്ങനെ മടിഞ്ഞു കിടന്നുറങ്ങുന്നേ? മൃഗജാലങ്ങൾ പോലും പക്ഷി എല്ലാവരും എഴുന്നേറ്റ് എന്ത് ചെയ്യും? ദൈവത്തെ സ്തുതിക്കുമ്പോൾ നീ എന്തിനു കിടന്നുറങ്ങുന്നു? ഇതാണ് പാട്ടിൻ്റെ സാരം. അപ്പം നമ്മൾ ചില സമയത്ത് എന്ത് ചെയ്യണം? നമ്മെ തന്നെ പ്രോത്സാഹിപ്പിക്കുവാൻ പഠിക്കണം. ഒരു ജയാളിയുടെ മനോഭാവം അതാണ്. ആരും ഒരു ഫോൺ ചെയ്തില്ലേലും, ആരും ഒരു വാട്സാപ്പ് മെസ്സേജ് അയച്ചില്ലേലും, ചിലരൊക്കെ എത്ര പേരാണ് ഞങ്ങളെ വിളിച്ച് ചീത്ത വിളിക്കുന്നത്. ഞങ്ങൾ ഏറ്റവും ആവശ്യ സമയത്ത് നിങ്ങളൊക്കെ എവിടെയായിരുന്നു ബ്രദർമാരെവിടെയാ? തീർച്ചയായിട്ടും സഭ എല്ലാവരും കാത്തു പരിപാലിക്കേണ്ട. ചില സമയത്ത് മാനുഷികമായ എന്തെങ്കിലും കാരണത്താൽ അറിഞ്ഞില്ല, ഏതെങ്കിലും കാരണത്താൽ ഭവന സന്ദർശനം നടത്തിയില്ല, വിളിച്ചില്ല. എത്രയോ പേരാണ് കുറ്റാരോപണവുമായി വരുന്നത്. നിങ്ങളൊക്കെ എവിടെയായിരുന്നു ഞങ്ങൾക്കൊരാവശ്യം വന്നപ്പോൾ? ചില സാഹചര്യങ്ങളിൽ ദാവീദിന് സംഭവിച്ചത് ആരും ഉണ്ടായിരുന്നില്ല കൂടെ നിൽക്കുന്നവർ പോലും അവനെ കല്ലെറിയാൻ പോവുക. അപ്പോൾ അവൻ എന്ത് ചെയ്തു? ദാവീദോ വായിക്കാം, തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ഹല്ലേലൂയ. ഒന്നുകൂടെ അടിച്ചിട്ട് പറ, ഗോ ഫോർവേഡ്. ഗോ ഫോർവേഡ്. ആരും പ്രോത്സാഹിപ്പിക്കാൻ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? തന്നെത്താൻ തോളിലടിച്ച് മുന്നോട്ട് പോകാൻ ഉപദേശിക്കണം. ദൈവത്തെ ആരാധിക്കാൻ ഒട്ടും മനസ്സില്ല, ഉടനെ എന്ത് പറയണം? എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. ഇത് പറഞ്ഞ് നമ്മെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം. ഇതാണ് ഒരു ജയാളിയുടെ മനോഭാവം. ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം, ആ ഭാഗത്ത് ശ്രദ്ധിച്ചു കേൾക്കണം. പ്രോബ്ലംസ് ബ്രിങ് എക്സ്ട്രാ ബ്ലെസ്സിങ്സ്. എൻ്റെ മലയാളം എങ്ങനെ പറയും? പ്രശ്നങ്ങൾ അധികം അനുഗ്രഹങ്ങളെ കൊണ്ടുവരുന്നു. എക്സ്ട്രാ എന്ന് പറഞ്ഞാൽ എന്താ? അധികമാണ്. ഇപ്പോൾ ജീവിതത്തിൽ ചെറുതോ വലുതോ ആയ ഏതെങ്കിലും ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നവർ വലത് കൈ നന്നായി ഉയർത്തി കാണിക്കുക, ഒന്ന് കുലുക്കി കാണിക്കുക. പറഞ്ഞോട്ടെ, ഈ പ്രശ്നം കൂടുതൽ അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ വഴക്ക് പറയൂ? ദാവീദിൻ്റെ ജീവിതത്തിൽ ഒരു ഗോലിയാത്ത് വന്നപ്പോൾ തൻ്റെ അനോയിൻറ്റിങ് ലെവൽ അങ്ങ് ഉയർന്നു. ആ സീക്രട്ട് എത്ര പേർക്കറിയാം? കരടിയെ കൊല്ലാൻ ഒരു അഭിഷേകം, സിംഹത്തെ കൊല്ലാൻ ഒരു അഭിഷേകം. എന്നാൽ ഇനി ജയന്റിനെ കൊല്ലാൻ ആ അഭിഷേകം പോരാ, ഒരു വലിയ അഭിഷേകം അവൻ്റെ മേൽ വന്നിറങ്ങി. അഭിഷേകത്തിൻ്റെ നിലവാരം ഉയർത്തുന്നതാണ് നിന്റെ പ്രശ്നങ്ങൾ. നിന്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രശ്നത്തിൻ്റെ അടിയിൽ പോയി കിടക്കരുത്. അഭിഷേകം ഉയർന്ന് പ്രശ്നത്തിൻ്റെ മുകളിൽ തലമണ്ടയിൽ ചവിട്ടിയിട്ട് പറയണം, ഹല്ലേലൂയ.
പൗലോസിന് ഭയങ്കരമായൊരു വീക്ക്നെസ് ഉണ്ടായി. അതിന് കിട്ടിയത് എന്താണെന്നറിയാമോ? എക്സ്ട്രാ ഗ്രേസ്. 2 കൊരിന്ത്യർ 12:9 എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. എൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? തനിക്ക് ഈ വലിയ ബലഹീനത വന്നപ്പോൾ ഈ എക്സ്ട്രാ ഗ്രേസ് റിലീസായി. കൂടുതൽ കൃപ, പറ, കൂടുതൽ കൃപ ഉണ്ടായി. ഇയ്യോബിന് ആർക്കുമില്ലാത്ത പ്രശ്നങ്ങൾ, തൻ്റെ കൂട്ടുകാർക്കൊന്നും ഒരു പ്രശ്നമില്ല. എന്നാൽ താൻ നീതിമാനും നിഷ്കളങ്കനും ദോഷം വിട്ട് അകലുന്നവനൊക്കെ ആയിട്ട് തനിക്ക് സകലമായ പ്രശ്നങ്ങൾ കൂടെ വന്നു. എന്നാൽ അതിൻ്റെ കഥയുടെ പര്യവസാനത്തിൽ എന്ത് സംഭവിച്ചു? ആർക്ക് പറയാം? എല്ലാം ഇരട്ടിയായി. അപ്പം എക്സ്ട്രാ ബ്ലെസ്സിങ്സ് കൊണ്ടുവരുന്ന ഒരു സംഭവമാണ് പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, തടസ്സങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മൂഡ് ഓഫ് ആയ സ്ഥലത്ത് നിന്നും എഴുന്നേറ്റ് ജയത്തിൻ്റെ പാട്ട് പാടാൻ നിനക്ക് സാധിക്കും. എല്ലാവരും പറയുക, എക്സ്ട്രാ പ്രോബ്ലംസ്, എക്സ്ട്രാ ഗ്രേസ്, എക്സ്ട്രാ അനോയിന്റിംഗ്, എക്സ്ട്രാ ബ്ലെസ്സിങ്സ്. അപ്പൊ എന്തൊക്കെ കിട്ടും? കൂടുതൽ. മറ്റുള്ളവർക്കില്ലാത്ത വലിയ പ്രശ്നം, അപ്പുറത്തെ വീട്ടുകാർക്ക് ഇപ്പുറത്തെ വീട്ടുകാർക്ക് ബന്ധുക്കൾക്ക് സഭയിലുള്ള ആർക്കുമില്ലാത്തൊരു വലിയ പ്രശ്നം നിങ്ങൾക്ക് വന്നാൽ അതിൻ്റെ അർത്ഥം അതോടുകൂടെ കൂടുതൽ കൃപ, കൂടുതൽ അഭിഷേകം, കൂടുതൽ അനുഗ്രഹം കുറച്ച് കഴിയുമ്പോൾ ജീവിതത്തിൽ വന്നിരിക്കും. ആർക്കും ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. കയ്യടിയും ഇല്ല, ഒന്നുമില്ല. ഞാനൊന്നുകൂടി പറയാം. എക്സ്ട്രാ പ്രോബ്ലംസ്, come on, extra grace, extra anointing, extra blessings. Amen. വൈകിയാലും അടിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Praise God, praise God, praise God. നാല്, know your positional advantage in Christ. ക്രിസ്തുവിലുള്ള നിങ്ങളുടെ സ്ഥാനപരമായ നേട്ടം തിരിച്ചറിയുക. ക്രിസ്തുവിലുള്ള നിങ്ങളുടെ സ്ഥാനപരമായ നേട്ടം തിരിച്ചറിയുക. ഇതൊരു ഭയങ്കര സംഭവമാണ്. എല്ലാവരും ഒന്ന് സ്ട്രെയിറ്റ് ഇരിക്കാമോ? നട്ടല് നേരെ സ്ട്രെയിറ്റ്, ഇങ്ങനെ പോരുത്, നേരെ ഇരിക്കുക. അറിയാതെ പോലും ഇങ്ങനെ 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 പോരുത്, നേരെ ഇരുന്നു. എന്നിട്ട് ചെവി രണ്ടും ശരിക്ക് തുറന്ന് പിടിക്കുക. ഇരൊറ്റ പോയിന്റ് മതി ഷേപ്പ് മാറ്റാൻ. എഫെസ്യ ലേഖനം 2:6 വായിക്കാമോ? ക്രിസ്തു യേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. മതി, എല്ലാവരും ചേർന്ന് വായിക്കാം. ക്രിസ്തു യേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് എപ്പോഴാണ്? ഈ വർഷമാണോ, കഴിഞ്ഞ വർഷമാണോ, കഴിഞ്ഞ ഈസ്റ്ററിനാണോ, എന്നാണ്? പറ. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് 2000 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് നേരിരിക്കും. അന്ന് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ സമയത്ത് നമ്മളാരും ജനിച്ചിട്ട് പോലുമില്ലേ, എത്രയോ തലമുറകൾക്ക് മുമ്പാണ്. അരിമത്യക്കാരൻ യോസഫിൻ്റെ ആരെയും വെക്കാത്ത കല്ലറയ്ക്കകത്ത് 3 ദിവസം യേശുവിൻ്റെ ശരീരമിരുന്നു. 3-ാമത്തെ ദിവസം കല്ലറയ്ക്കകത്തേക്ക് പുനരുത്ഥാനത്തിൻ്റെ ശക്തി ഇരച്ചു കയറി യേശുവിൻ്റെ ശരീരത്തിനകത്തേക്ക് പ്രവേശിച്ചിട്ട് പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാൽ അവൻ എഴുന്നേറ്റു. അവിടെ കിടന്നില്ല, അവൻ പുറത്തു വന്നു. ആ കല്ല് ഉരുണ്ട് തന്നെ മാറി പുറത്തു വന്നു. 40 ദിവസത്തോളം ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം എന്ത് ചെയ്തു? നേരെ ഇവിടെ നിന്ന് പൊങ്ങി ഉയർന്ന് പിതാവിൻ്റെ വലതുഭാഗത്തിരുന്നു. ഈ വചനം പറയുന്നു. ഏത് വചനം? എഫെസ്യ ലേഖനം 2:6 പറയുന്നത് ക്രിസ്തുയേശുവിൽ അന്ന് നമ്മൾ ജനിച്ചിട്ട് പോലുമില്ല അവനോടുകൂടെ നമ്മളും ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തി കഴിഞ്ഞു.
ഇത് ലോജിക്കലി മനസ്സിലാക്കാൻ ഭയങ്കര പാടാണ്. ജനിച്ചിട്ട് പോലും ഇല്ലാത്ത ഞാൻ അന്നിങ്ങനെ ഉയർത്തെന്നിട്ട് അവിടെ പോയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പരിപാടിയാണിത്, വിശ്വസിക്കാൻ പാടാണ്. പക്ഷെ നിത്യതയിലെ ദൈവം സ്പിരിറ്റ് വേൾഡിനകത്ത് നടക്കുന്നതിന് സ്ഥല കാല പരിമിതികൾ ഇല്ലാത്തത് കൊണ്ട് പൊസിഷണലി സ്ഥാനപരമായി അന്നേ ക്രിസ്തുവിൽ വിശ്വസിക്കാനിരിക്കുന്നവർ സഭ മുഴുവൻ ക്രിസ്തുവിനോട് കൂടെ പിതാവായ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചപ്പോൾ അന്നേ സ്ഥാനപരമായി നമ്മൾ ഉയർത്തെഴുന്നേറ്റ് ഉയരങ്ങളിലേക്ക് പോയി സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരുന്ന് കഴിഞ്ഞു. ഇതിൻ്റെ പേരാണ് വി ആർ സീറ്റഡ് വിത്ത് ക്രൈസ്റ്റ് on the right hand side of the Father in the heavenly realms. അങ്ങനെ എഴുതിയിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ അകത്തുള്ള ആത്മാവിൻ്റെ പൊസിഷൻ എവിടെയാണ്? പറ. ഇപ്പം ഇവിടെയല്ല, തറയിലല്ല, ഗ്രൗണ്ട് സീറോയിലല്ല, പിന്നെ എവിടെയാണ്? ഉയരത്തിൽ, സ്വർഗത്തിൽ, പിതാവിൻ്റെ വലതുഭാഗത്ത് അവൻ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ അവനോടൊപ്പം അവൻ്റെ ശരീരമായ സഭയും ഇരുത്തപ്പെട്ടിരിക്കുന്നു. അടുത്ത ആളോട് കണ്ണിൽ നോക്കി സംസാരിക്കണം. ഞാൻ പറഞ്ഞു തന്നോളാം, പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. കണ്ണിൽ നോക്കാദ്യം. എന്നിട്ട് ഞാൻ പറയുന്ന അങ്ങോട്ട് പറഞ്ഞു. നിങ്ങളിരിക്കുന്നത്, നിങ്ങളുടെ ശരീരം, പറ, നിങ്ങളുടെ ശരീരം ഈ കസേരയിൽ ഇരിക്കുന്നെങ്കിലും നിങ്ങളുടെ ആത്മാവ് ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയി പിതാവിൻ്റെ വലതുഭാഗത്ത് സ്വർഗസ്ഥലങ്ങളിൽ ഇരിക്കുന്നു. അപ്പൊ അതിൻ്റെ അർത്ഥം എന്താണ്? ശരീരം പ്ലാസ്റ്റിക് കസേരയിലും ആത്മാവ് സ്ഥാനപരമായി പൊസിഷൻ അനുസരിച്ച് ക്രിസ്തുവിനോട് കൂടെ അവിടെ ഇരിക്കുന്നത്. ഇപ്പോഴേ അവിടെയാണ്. അടുത്ത ആളോട് ചോദിക്കും, വല്ലതും മനസ്സിലായെന്ന് ചോദിക്കും. മനസ്സിലായെങ്കിൽ അത് പറഞ്ഞു കൊടുക്കും. എന്താ മനസ്സിലായത്? ശരീരം ഇവിടെ പ്ലാസ്റ്റിക് കസേരയിൽ ഇരിക്കുന്നു. ആത്മാവ് രക്ഷിക്കപ്പെട്ട സമയത്ത് ക്രിസ്തുവിനോടുകൂടെ അതിൻ്റെ പൊസിഷൻ അങ്ങ് ഉയർന്ന് എവിടെ എത്തി? സ്വർഗത്തിൽ അവനോട് കൂടെ. പൊസിഷണലി അതാണ് അതിൻ്റെ അർത്ഥം. എൻ്റെ പൊസിഷൻ ഭൂമിയിലല്ല, എൻ്റെ ആത്മാവിൻ്റെ പൊസിഷൻ ഭൂമിയിലല്ല, ശരീരത്തിൻ്റെ പൊസിഷൻ ഇപ്പോൾ ഇവിടെയാണ്. ആത്മാവിൻ്റെ പൊസിഷൻ ഓൾറെഡി എവിടെ എത്തി? സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്ത് സ്വർഗസ്ഥലങ്ങളിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു 10% മനസ്സിലായവർ കൈയടിക്കുക. 20% മനസ്സിലായവർ കൂടെ അടിക്കുക. 50% മനസ്സിലായവർ കൂടി ചേർന്നടിക്കുക. അപ്പോൾ ഇതിൻ്റെ പേരാണെന്ത്? പൊസിഷണൽ അഡ്വാൻറ്റേജ്. ഈ വചനങ്ങളും നോട്ട് ചെയ്ത് വെക്കുക. എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 23 വരെ വീട്ടിൽ പോയി വായിക്കുക. എന്തൊക്കെയാണ് പൊസിഷണൽ അഡ്വാൻറ്റേജ്? 6 പറഞ്ഞു തരാം. 1, യു ഷെയർ ഹിസ് അതോറിറ്റി. ഈ സ്ഥാനം, ആത്മാവിൻ്റെ സ്ഥാനം അവിടെ ആയതുകൊണ്ട് അവൻ്റെ അധികാരം നിങ്ങൾ പങ്കുവയ്ക്കും. ക്രിസ്തുവിൻ്റെ അധികാരം. അതുകൊണ്ട് മത്തായി 28 അവസാനം 18 മുതൽ വായിക്കുമ്പോൾ സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആകയാൽ നിങ്ങൾ. കർത്താവിൻ്റെ അധികാരം നമുക്ക് ലഭിച്ചു. 2, യു ഹാവ് സ്പിരിച്വൽ സുപ്പീരിയോറിറ്റി ഓവർ എവ്രി നെയിം. എല്ലാ നാമങ്ങൾക്കും മുകളിലുള്ള ഒരു പരമാധികാരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. കാരണം കർത്താവിൻ്റെ നാമം എല്ലാറ്റിനും മുകളിലായതുകൊണ്ട് അവൻ്റെ നാമം ഉപയോഗിക്കുന്ന നമുക്ക് എല്ലാ സാഹചര്യങ്ങളുടെ മേൽ, പ്രശ്നങ്ങളുടെ മേൽ, സകലത്തിൻ്റെ മുകളിൽ നമുക്കൊരധികാരമുണ്ട്. നമ്പർ 3, യു ഓപ്പറേറ്റ് ഫ്രം എ ഹയർ റെലം. എല്ലാവരും ഈ ഭൂമിയിൽ ഇങ്ങനെ പെരുമാറുമ്പോൾ നമ്മുടെ പെരുമാറ്റം എവിടെ നിന്നാണ്? സ്വർഗമണ്ഡലത്തിൽ നിന്ന് ഇങ്ങോട്ടാണ് നമ്മൾ നോക്കുന്നത്. കാരണം നമ്മൾ അവനോടുകൂടെ സ്വർഗത്തിലിരിക്കുന്നത്. അപ്പോൾ നമ്മളെങ്ങനെയാണ് ഭൂമിയിലേക്ക് നോക്കേണ്ടത്? കുനിഞ്ഞു നോക്കണം. സ്പിരിറ്റിൽ ഭൂമി താഴെയാണ്, ശരീരം ഇവിടെയാണ്. പക്ഷേ സ്പിരിറ്റിൻ്റെ പൊസിഷൻ മുകളിലാണ്. നമ്പർ 4, ഓൾ തിങ്സ് ആർ അണ്ടർ ക്രൈസ്റ്റ് ആൻഡ് യു ആർ ഇൻ ഹിം. ക്രിസ്തുവിൽ നിങ്ങളിരിക്കുന്നത് കൊണ്ടും സകലവും ക്രിസ്തുവിനെ കീഴാക്കി വച്ചിരിക്കുന്നത് കൊണ്ടും നിങ്ങൾ സകലത്തിൻ്റെ മുകളിലായിരിക്കുന്നു. മുകളിലൂടെ പോയി. ഏതിലെ പോയി?
All things are under Christ and you are in him. 5, you have access to divine power. ദൈവത്തിൻ്റെ ശക്തിയിലേക്ക് നിങ്ങൾക്ക് പ്രവേശനമുണ്ട്. ദൈവശക്തി, കാരണം ഈ ക്രിസ്തുവിലുള്ള ആ ശക്തിയിൽ നിങ്ങൾക്കും ഒരു പ്രവേശനമുണ്ട്. നമ്പർ 6, യു ബിലോങ് ടു എ ഹയർ ഗവൺമെൻറ്. ഒരു ഉയർന്ന ഗവൺമെൻറ്റിനോട് ബന്ധപ്പെട്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. ഇവിടെയൊക്കെ ഒത്തിരി സർക്കാരുകളുണ്ട്, അതൊക്കെ അവിടെ കിടന്നോട്ടെ, ഭൂമിയിലുള്ള സർക്കാർ. പക്ഷെ നിങ്ങളുടെ ഗവൺമെൻറ് എവിടെയാണ്? ഉന്നതത്തിലെ സ്വർഗീയ ഗവൺമെൻറ്റിൽപ്പെട്ടവരാണ് നിങ്ങൾ. 5, അതായത് 5ാമത്തെ ലാസ്റ്റ് വിന്നേഴ്സ് മെൻറ്റാലിറ്റി. നമ്പർ 5, ജോയിൻ ക്രൈസ്റ്റ് ട്രയംഫൽ പ്രൊസഷൻ. ജോയിൻ ക്രൈസ്റ്റ് ട്രയംഫൽ പ്രൊസഷൻ. വായിക്കാമോ? ക്രിസ്തുവിന്റെ ജയോത്സവത്തിൽ പങ്കുചേരുക. 2 കൊരിന്ത്യർ 2:14 വായിക്കാമോ? ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൽ ജയോത്സവമായി നടത്തുന്നു. എല്ലാവരും ഒന്ന് പറഞ്ഞ്, ക്രിസ്തുവിൽ ജയോത്സവമായി നടത്തുന്നു. യേശു കർത്താവ് കാൽവരി ക്രൂശിൽ സകല വാഴ്ചകളെയും ആധിപത്യങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ശരിയാണോ? ആത്യന്തികമായ ജയം കർത്താവ് കൊണ്ടാടിയിരിക്കുന്നു. അതിലേക്ക് നമ്മളിവിടെ ജോയിൻ ചെയ്തു. ഞാനിത് വെളിപാട് പുസ്തകം പഠിപ്പിച്ചപ്പോഴൊക്കെ പറഞ്ഞൊരു കാര്യമാണ്. റോമിലുള്ള ചില ജനറൽമാർ, റോമൻ ചക്രവർത്തിമാരൊക്കെ പുറത്ത് ഒരു രാജ്യം പിടിച്ചടക്കി തിരിച്ചു വരുന്ന സമയത്ത് ആ ഗേറ്റ് മുതൽ ഇങ്ങോട്ട് ഒരു പ്രൊസഷനുണ്ട്, ഒരു വലിയ ഒരു ഘോഷയാത്ര. അതിൽ ഇവിടുന്ന് ജനങ്ങൾ അങ്ങോട്ട് ചെന്ന് അവിടെ നിന്ന് ഇങ്ങനെ നയിച്ചുകൊണ്ട് വരും. ആ സമയത്ത് പിടിക്കപ്പെട്ട ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയി രാജാവിനെ തോൽപ്പിച്ചില്ല, ആ രാജാവിനെയും അവിടുത്തെ പടയാളികളെല്ലാം ബന്ദികളാക്കി അവരിങ്ങനെ റോഡിലൂടെ നടത്തും. അവരുടെ ആയുധം, അവരുടെ അവിടുന്ന് പിടിച്ചെടുക്കപ്പെട്ട കൊള്ളവസ്തുക്കൾ എല്ലാമായിട്ടൊരു ഘോഷയാത്ര അതിൽ നടക്കും. ഇതിൻ്റെ പേരാണ് ട്രയംഫൽ പ്രൊസഷൻ. മലയാളത്തിൽ എന്താ പറയുക? ജയോത്സവം. പറഞ്ഞ ജയോത്സവം. ജയോത്സവം. ഈ ജയോത്സവ യാത്രയിലെ പങ്കാളികളാണ് നമ്മൾ. കഴിഞ്ഞ ആഴ്ചയിൽ അല്ലെങ്കിൽ കഴിഞ്ഞ മാസം ലോൺ അടക്കാൻ പറ്റിയില്ല. ആ വലിയ ദുഃഖത്തിലാണ്. ശരിയാണ്, വാസ്തവമാണ്. പക്ഷേ ഈ ജയോത്സവം ഒന്ന് ഓർക്കാമോ? ആത്യന്തികമായ ജയോത്സവത്തിൻ്റെ പാർട്ടിയിൽ ആ ഘോഷയാത്രയിൽ നീ ഉണ്ട്. ഇതൊക്കെ അവിടെ കിടക്കും, ഞാൻ ആഘോഷിക്കും. ഇവിടെയുള്ള പല കാര്യങ്ങളും വിചാരിച്ച പോലെ നടക്കുന്നില്ല, പരാജയങ്ങളുണ്ട്. പക്ഷേ ഇത്രയും വലിയൊരു ജയോത്സവ ഘോഷയാത്രയിൽ ഞാനും പോവുകയാണ്. ഈ പങ്കാളിത്തം നമ്മൾ ഒരു ജയാളി തിരിച്ചറിയണം. എത്ര പേർ ഹല്ലേലൂയ പറയും? അപ്പം 5 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഏതൊക്കെയാണെന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ഒന്നാമത്തേതെന്ന് പറയാമോ? വിക്ടർ മെൻറ്റാലിറ്റി എന്ന് പറയുന്നത്, ഹാവ് ദ വിന്നേഴ്സ് ആറ്റിറ്റ്യൂഡ്. നമ്മുടെ അകത്ത് ഡെവലപ്പ് ദ വിന്നേഴ്സ് ആറ്റിറ്റ്യൂഡ്. ഒരു ജയാളിയുടെ മനോഭാവത്തെ നമ്മൾ വികസിപ്പിച്ചെടുക്കുക. അതെങ്ങനെയാണ്? വീണ് കിടക്കുന്നു, എന്താണ്, തകർന്നു കിടക്കുന്നവരെങ്കിലും നമ്മൾ നശിച്ചു പോകില്ല. മനസ്സിലായോ? എത്ര വലിയ ഉപദ്രവങ്ങളോ പ്രശ്നങ്ങളോ വന്നാലും നിരാശപ്പെടില്ല. ഇത് നമ്മുടെ അകത്ത് നമ്മൾ ഡെവലപ്പ് ചെയ്യുക. രണ്ടാമത്തേത് ആർക്കെങ്കിലും പറയാമോ? യുവർ ഫെയിലിയേഴ്സ് ക്യാൻ ലീഡ് ടു ഗ്രേറ്റർ സക്സസ്. എവിടെയെങ്കിലും അഥവാ ഒരു പരാജയമുണ്ടായാൽ കൂടുതൽ വലിയ ജയത്തിലേക്ക് അവൻ നമ്മെ കൊണ്ടുപോയിരിക്കും. എല്ലാ പരാജയങ്ങളെയും അവൻ എന്ത് ചെയ്യും? മാറ്റി മറിച്ച് ഒരു വലിയ ജയമാക്കി കർത്താവ് മാറ്റിയിരിക്കും. 3, ലേൺ ടു എൻകറേജ് യുവർ സെൽഫ്. എന്താണത്? സ്വയം പ്രോത്സാഹിപ്പിക്കുക. സ്വയം അവരവർ ആരും കൗൺസിലിംഗ് തന്നില്ലേലും, ആരും പ്രോത്സാഹിപ്പിച്ചാലും, ആരും വീട് വിസിറ്റ് ചെയ്തില്ലേലും എന്ത് ചെയ്യണം? സ്വയം തോളിൽ തട്ടി മുന്നോട്ട് പോകാൻ. പാടാൻ തോന്നിയില്ലെങ്കിൽ എന്മനമേ പാട്, ബൈബിൾ വായിക്കാൻ തോന്നിയില്ലെങ്കിൽ എന്മനമേ വചനം വായിക്ക്, പ്രാർത്ഥിക്കാൻ തോന്നിയില്ലെങ്കിൽ എന്മനമേ പ്രാർത്ഥിക്ക് എന്ന് പറയാൻ. ഇതില്ലെങ്കിൽ ജയാളിയല്ല. ജയാളിയുടെ മനോഭാവം അതാണ്. ആരും സഹായിച്ചില്ലേലും എൻ്റെ സഹായകൻ ഉയരത്തിൽ നിന്ന് ആകാശം ചായ്ച്ച് ഇറങ്ങി വരും. നമ്പർ 4, know your positional advantage in Christ.
ക്രിസ്തു എന്നെ എവിടെ ഇരുത്തിയിരിക്കുന്നു, ആ നേട്ടം എല്ലാറ്റിൻ്റെ മുകളിലാണ് ഞാൻ. എൻ്റെ പൊസിഷൻ ഇവിടെ ആയിരിക്കാം. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒരു പക്ഷേ നമ്മിൽ ചിലർ ഏതെങ്കിലും ഒരു ഓഫീസിൽ സ്വീപ്പർ തസ്തികയിലായിരിക്കാം ജോലി ചെയ്യുന്നത്, തൂപ്പുകാരായിരിക്കാം. പക്ഷേ ഇതിൻ്റെ ആത്മാവ് എവിടെയാണെന്നറിയാമോ? ഇവിടെയുള്ള മാനേജറിനേക്കാൾ, MD-യേക്കാൾ, CEO-യേക്കാൾ എല്ലാവരുടെ മുകളിൽ ക്രിസ്തുവിനോട് കൂടെ. കമോൺ, ആത്മീയമായി നീ ഉയരങ്ങളിലാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇവിടുത്തെ MD പിശാചിനോടുകൂടെ അധമ പാതാളത്തിലേക്കാണ് പോകുന്നത്. ഞാൻ എവിടെയാണ്? ക്രിസ്തുവിനോടുകൂടെ സ്വർഗാദി സ്വർഗത്തിലാണ്. ഈ പൊസിഷൻ ഒരു ജയാളി മനസ്സിലാക്കിയിരിക്കണം. 5, ജോയിൻ ക്രൈസ്റ്റ് ട്രയംഫൽ പ്രൊസഷൻ. ക്രിസ്തുവിൻ്റെ ജയോത്സവ യാത്രയിൽ പങ്കുചേരണം. ഇവിടെ എന്ത് പരാജയങ്ങളുണ്ടെങ്കിലും ഈ വലിയ ഘോഷയാത്രയിൽ ഞാനുമുണ്ട്. ഒരു ഫുട്ബോൾ കളി ജയിച്ചാൽ, ഒരു ക്രിക്കറ്റ് കഴിഞ്ഞാൽ, ഒരു ഇലക്ഷൻ കഴിഞ്ഞൊരു പാർട്ടി ജയിച്ചാൽ ഇവിടെ എന്നാ മേളമാണ്. അതിനേക്കാൾ വലിയ ഒരു ഘോഷയാത്ര ക്രിസ്തു നയിക്കുന്നുണ്ട്. അതിലാണ് ഞാൻ. 3 വർഷത്തേക്കോ 5 വർഷത്തേക്കോ അല്ല, എന്നും എന്നേക്കുമായി ഞാൻ ജയിച്ചിരിക്കുന്നു. കൈകളടിച്ച് കർത്താവിന് നന്ദി പറയാം ശക്തിയോടെ. എഴുന്നേറ്റ് നിന്ന് എല്ലാ സഭകളിലും ഭവനങ്ങളിലും നിങ്ങളിത് വാച്ച് ചെയ്യുന്ന സകലരും എഴുന്നേറ്റ് നിൽക്കണം. എന്നിട്ട് ചെയ്യേണ്ടത്, നെഞ്ചിൽ കൈവച്ച് എവിടെയാണ് മാറ്റം വരേണ്ടത്? ചിന്തകളിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരിക. എൻ്റെ ഭാവം മാറുകയാണ്. ഒരു ജയാളിയുടെ മനോഭാവം ഞാൻ അകത്ത് കൊണ്ടുവരും. പരാജയങ്ങൾ ഇനിയും വന്നേക്കാം ഭൂമിയിൽ, പക്ഷേ ഞാൻ ആത്യന്തികമായി ജയിച്ചവനാണ്. പ്രൈസ് ഗോഡ്. അങ്ങനെ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിച്ച് നിൽക്കുമ്പോൾ തന്നെ ഇന്ന് ഈ ലൈവ് കാണുന്നവരിൽ, അല്ലെങ്കിൽ ഇന്നിവിടെ വന്നിരിക്കുന്നവരിൽ ആത്മീയ ജീവിതം അത്ര ഗൗരവമായി ഇതുവരെ എടുത്തിട്ടില്ല, ഇതിനെക്കുറിച്ചൊന്നും അധികം അറിയില്ല, ആദ്യമായി വന്നു, ആദ്യമായി ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്നു, ഞാൻ നിങ്ങളോടായി പറയുന്നു, രക്ഷിക്കുവാൻ ഒരാൾക്ക് മാത്രമേ സാധിക്കൂ. അവൻ്റെ പേരാണ് യേശു. ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട വേറൊരു നാമമില്ല. അതുകൊണ്ട് സർവ്വജനവും ചേർന്ന് ആ നാമത്തെ സ്വീകരിച്ച് രക്ഷകനായി ഏറ്റുപറഞ്ഞ് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, അങ്ങ് എൻ്റെ കർത്താവും എൻ്റെ രക്ഷകനുമാണ്. എൻ്റെ ഹൃദയത്തിൽ യജമാനനായി നാഥനായി ഞാൻ അങ്ങയെ സ്വീകരിച്ചിരിക്കുന്നു. യേശുവേ, മരണം വരെ അങ്ങയെ പിന്തുടരുമെന്ന് ഞാനിപ്പോൾ തീരുമാനിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ എന്നെ നയിക്കണമേ, യേശുവിൻ നാമത്തിൽ. ആമേൻ. ഒരാൾക്ക് ജീവിതത്തിൽ ഒരാളെ മാത്രമേ പിന്തുടരാൻ കഴിയൂ. 2 പേര് പോവുകയാണ്, ഇങ്ങനെ ഇതിൽ പോവോ, ഏതെങ്കിലും ഒരെണ്ണത്തിലേ പോകാൻ പറ്റുള്ളൂ. എൻ്റെ അർത്ഥം, ജീവിതത്തിൽ യേശുവിനെ മാത്രമേ നിങ്ങൾക്ക് പിന്തുടരാൻ കഴിയൂ. യേശുവിനെ പിന്തുടരുന്നില്ലെങ്കിൽ വേറെ ആരെങ്കിലും പിന്തുടരേണ്ടി വരും. നീ എത്തിച്ചേരുന്നത് വേറെ സ്ഥലത്തായിരിക്കും. വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്ന് പറഞ്ഞ യേശുവിന് മാത്രമേ പിതാവിൻ്റെ അടുക്കൽ സ്വർഗത്തിൽ നമ്മെ കൊണ്ടെത്തിക്കാൻ കഴിയും. അതുകൊണ്ട് 2 പേരെ പിന്തുടരരുത്, യേശുവിനെ മാത്രം പിന്തുടരുക. കരങ്ങൾ ഉയർത്തി നിൽക്കുമ്പോൾ രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. യേശു ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവനായതുകൊണ്ട് യെരുശലേമിലും ഗലീലായിലും ഖഫർനഹൂമിലും ബെത്സൈദായിലും അത്ഭുതങ്ങൾ ചെയ്തവൻ ഇന്നും ഇവിടെ ഉണ്ട്. നിങ്ങളിപ്പോൾ വിശ്വസിക്കുക, യേശുവിൻ്റെ നാമത്തിൽ രോഗികളായി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നവർ അദൃശ്യമണ്ഡലത്തിൽ, ആത്മമണ്ഡലത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവരെ തൊട്ട് ഇപ്പോൾ സൗഖ്യമാക്കുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ സർവ്വരോഗങ്ങളും സൗഖ്യമാകട്ടെ. കർത്താവ്, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ.
എല്ലാ രോഗബന്ധനങ്ങളെയും ഞാൻ അഴിച്ചു കളയുന്നു. കാതുകൾ തുറക്കട്ടെ, ആന്തരിക അവയവങ്ങൾ സൗഖ്യമാകട്ടെ, സർജറികൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. മരുന്നിന് ഇന്നുവരെ സൗഖ്യമാക്കാൻ കഴിയാതിരുന്ന രോഗങ്ങൾ അത്ഭുതകരമായി യേശുവിൻ്റെ നാമത്തിൽ അവൻ്റെ അടിപ്പിണരുകളാലും സൗഖ്യമാകട്ടെ. യൂറിനറി ഇൻഫെക്ഷനുകൾ സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ. എല്ലാ വേദനകളും അലർജികളും സൗഖ്യമാകട്ടെ. ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹൈപ്പർ ടെൻഷൻ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഉറക്കമില്ലായ്മ മാറിപ്പോകട്ടെ. പൂർണ്ണ സൗഖ്യവും വിടുതലും ഇപ്പോൾ ജനങ്ങളിൽ കൽപ്പിച്ചിരിക്കുന്നു. കൈകളുയർത്തി പറയാം, ഞാൻ സ്വീകരിക്കുന്നു. സൗഖ്യത്തിനായി എല്ലാവരും നന്ദി പറയാം, സ്തോത്രം ചെയ്യാം. താങ്ക് യു ജീസസ്. ആമേൻ.